ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് വിശ്വാസം മാത്രമാണ്. ബാക്കി നമ്മളെന്ത് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വന്നത്, നമുക്ക് തിരിച്ചു പോകുന്നത് ഏത് വാഹനത്തിലാണ്, നമ്മൾ ഏത് വീട്ടിൽ നിന്നാണ് വന്നത്, സ്തോത്രം, ഇതൊന്നും ദൈവത്തിന് വിഷയമില്ല. ദൈവം നോക്കുന്നത് ഹൃദയത്തിൽ വിശ്വാസമുള്ളവരെ ദൈവം അനുഗ്രഹിക്കാതെ അയക്കുകയല്ല. ദൈവരാജ്യത്തിൻ്റെ കറൻസിയാണ് വിശ്വാസമെന്ന് പറയാറുണ്ട്. സ്തോത്രം, എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് നമുക്ക് പ്രാപിച്ചെടുക്കണമെങ്കിൽ ഹൃദയത്തിനകത്ത് അമിതമായ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസത്തിൻ്റെ പ്രത്യേകത, വിശ്വാസം പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയത്തില്ലെങ്കിലും വിശ്വാസം ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. സ്തോത്രം, പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മിഷണറി പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ മിഷൻ യാത്ര നടത്തുമ്പോൾ ലുസ്രയിലെത്തുമ്പോൾ ഇതുപോലത്തെ ഒരു ഹോളിനകത്തല്ല, പ്രതീക്ഷിച്ചു വന്ന ആളുകളുടെ നടുവിലല്ല, വഴിയോരത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. ആദ്യമായിട്ടാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം ആ നാട്ടുകാർ കേൾക്കുന്നത്. വിവിധ ജാതിക്കളായിരിക്കുന്ന ആളുകൾ വൈകുന്നേരം നമ്മുടെ നാട്ടിലെ ഒരു പൊതുക്കവല നിങ്ങൾ മനസ്സിൽ കണ്ടു നോക്കുക. അവിടെ സ്തോത്രം പൗലോസ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 14 എഴുതിയിരിക്കുന്ന ഒരു വാക്കിങ്ങനെയാണ്, അമ്മയുടെ ഉദരം മുതൽ മുടന്തനായൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത വാക്കിങ്ങനെയാണ്, സൗഖ്യമാകാൻ വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട്. അതിനർത്ഥം പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ യോഗത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന്. പൗലോസിന് മനസ്സിലായി, ഈ മനുഷ്യൻ, നൂറുകണക്കിന് ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അഭിഷിക്തന് മനസ്സിലായി ഇവൻ ഇപ്പം സൗഖ്യമാകുമെന്ന്. സ്തോത്രം, അത് പ്രഭാഷകൻ്റെ കഴിവല്ല, വചനത്തോട് പറയുന്ന കാര്യത്തോട് നമ്മുടെ മനസ്സ് ഇടപെട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തത് തെളിഞ്ഞു വരും, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷയിൽ അത് തെളിഞ്ഞു വരും. ഇന്ന് പകൽക്കാലം ഇവിടെ ദൈവത്തിൻ്റെ വചനം തെളിഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ദൂതാണെങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ മുഖത്ത് തെളിയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനകത്ത് ശക്തിയോടെ ഇടപെടുകയും വർഷങ്ങൾ പഴക്കമുള്ള വിഷയങ്ങൾ, ഒരിക്കലും നടക്കില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ വിശ്വാസമുണ്ടെങ്കിൽ നടത്തിവിടാൻ ദൈവമായ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇതിനകത്തുണ്ട്? അവൻ ആത്മാവിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഷ കൊണ്ട് നിങ്ങളത് വിശ്വസിക്കും. നിങ്ങൾ പ്രതികരിക്കുമ്പോൾ വിശ്വാസത്തോടെ ഞാൻ പറയുന്നത് കൊണ്ടല്ല, ഇവിടുത്തെ ശീലം ഇതായതുകൊണ്ടല്ല. ചില കാര്യങ്ങൾ പറയുമ്പോൾ വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല, കയ്യും കെട്ടിയിരിക്കാൻ കഴിയില്ല, നിർവിചാരികളായിരിക്കാൻ കഴിയില്ല. വിശ്വാസം പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു വേദിയാണ് നമ്മുടെ ശരീരം. സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആ ഒരു മനസ്സോടെ, ആ ഒരു പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നാം ഒന്നിച്ചായിരിക്കണം. വിശ്വാസത്തിൻ്റെ പ്രകടമായിരിക്കുന്ന ലക്ഷണങ്ങൾ ഒരു യോഗത്തിൽ വന്നിരിക്കുമ്പോൾ, ആത്മീക യോഗത്തിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, തീയിൽ തൊടുമ്പോൾ ആരും പറയാതെ നമ്മൾ അറിയാതെ കൈ തിരിച്ചു വലിക്കും, തൊട്ടാൽ നമ്മൾ കൈ കുടയും. കാരണം അതൊരനുഭവമാണ്. ഇതുപോലെ ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവുമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്നതെങ്കിൽ ആരും കൈയടിക്കാൻ പറയാതെ, ആരും കൈവക്കാൻ പറയാതെ ഒരു സ്പർശനമുണ്ടാകുന്ന സമയത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം ചെയ്യാനിടയാകും. അതനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രതികരിക്കാൻ തയ്യാറാകണം. സ്തോത്രം. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, പ്രതികരണം നമ്മുടെ വാക്കുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ നന്നായി വരുവാണെങ്കിൽ, എത്ര ഗുരുതരമായ വിഷയമാണെങ്കിലും പ്രതികരണം നന്നായപ്പോൾ രക്ഷപ്പെട്ട ആളുകളെ ബൈബിളിൽ കാണാൻ കഴിയും. പ്രതികരണം മോശമായതുകൊണ്ട് കുടുംബം പോലും നഷ്ടപ്പെട്ട ആളുകളെയും ബൈബിളിൽ കാണാൻ കഴിയും. സ്തോത്രം. ഞാൻ രണ്ടിനും ഒരേ തെളിവ് പെട്ടെന്ന് പറയണ്ട, കുറിവാക്യം വായിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാം പറയാനുള്ളൊരു പ്രേരണ എനിക്ക് വരുന്നത് കൊണ്ട് ഞാൻ അക്കാര്യം നിങ്ങളെ ഓർപ്പിക്കാം, നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി. സ്തോത്രം. നിങ്ങൾക്കറിയാലോ, ഈ 51-ാം സങ്കീർത്തനം എഴുതിയ സന്ദർഭം നിങ്ങൾക്കറിയാം. സ്തോത്രം. ദാവീദ് രാജാവിൻ്റെ അടുക്കൽ, അതിൻ്റെ 51-ാം സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും മുകളിൽ എഴുതി 1-ാം വാക്യത്തിൻ്റെ മുകളിൽ തലവാചകമായിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്,
നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത്. അപ്പം നമുക്കിങ്ങനെ പറയാം, ഒരു പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ പുറത്തു വന്ന തീരുമാനങ്ങളാണ് സങ്കീർത്തനമായിട്ട് വന്നത്. അപ്പോൾ ഒരു ദൈവദാസൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ശരിക്കും ആത്മാവിലാണ് വരുന്നതെങ്കിൽ ആ വരവിൻ്റെ പുറകിൽ ഒരു പ്രതികരണം ഉണ്ടാവും. സ്തോത്രം. ഒരു പ്രവാചകൻ നിങ്ങളുടെ സഭയിൽ വന്ന് യോഗം തീർന്നു, നിങ്ങൾക്ക് യാതൊരു പ്രതികരണവും ഇല്ല, ഒന്നും തോന്നിയില്ലെങ്കിൽ നിങ്ങളുടെ ഗതികേടെന്നേ പറയാനുള്ളൂ. തിരിച്ചതല്ല. ഇവിടെ കുറച്ച് ദിവസമായിട്ട് കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ ഈ തിരക്കുള്ള സമയത്ത് ഇവിടെ വിളിക്കുന്ന ദൈവദാസന്മാരെല്ലാം സ്തോത്രം എനിക്കറിയാം വളരെ കൃപയുള്ളവരും വളരെ ആത്മഭാരമുള്ളവരുമാണ്. അവരിവിടെ വന്ന് ശുശ്രൂഷിച്ചിട്ട് നമുക്ക് യാതൊരുവിധ പ്രതികരണം ഇല്ലാതെ പോയാൽ നമുക്കെന്തോ ആത്മീയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മറിച്ച് നാഥാൻ, പ്രശ്നം എന്തു ആകട്ടെ, നാഥാൻ വന്ന് പോയി കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ ഉള്ളിൽ നിന്നൊരു സങ്കീർത്തനം പുറത്തു വന്നു. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഞാനിത് കരുതിക്കൂട്ടി പറയുന്നതല്ല, പരിശുദ്ധാത്മാവ് ഈ പുൽപ്പിറ്റിൽ വെച്ച് പറയുകയാണ്. ഈ പ്രാവശ്യം ഒന്നിന് പുറകെ ഒന്നായി ദൈവദാസന്മാർ നിങ്ങളുടെ അടുക്കൽ വന്നു പോയി കഴിയുമ്പോൾ സഭയ്ക്ക് രചിക്കാൻ, സഭയ്ക്ക് പറയാൻ, സഭയ്ക്ക് എഴുതിയിടാൻ, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ശുശ്രൂഷകന്മാർക്ക് മറക്കാൻ കഴിയാത്ത ചില പ്രതികരണങ്ങൾ സ്വർഗത്തിലെ ദൈവം നാഥാൻ വന്ന് പോയി കഴിഞ്ഞപ്പോൾ എത്ര പേര് ആഗ്രഹിക്കുന്നു, എത്ര പേര് ആഗ്രഹിക്കുന്നു കർത്താവേ, സങ്കീർത്തനത്തിനകത്തെ ഓരോ വാക്കുകളും പ്രാധാന്യമാണ്. ഞാൻ ആ സങ്കീർത്തനം പറയാൻ തയ്യാറായിട്ടല്ല നിൽക്കുന്നത്, പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യം മാത്രം പറയാം. പ്രതികരണം നന്നാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. സ്തോത്രം. ആ സങ്കീർത്തനത്തിനകത്ത് നാഥാൻ വന്ന് പോയി കഴിയുമ്പോൾ അദ്ദേഹം ദൈവത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവമേ നീ എന്നെ കഴുകണമേ. അടുത്ത വാക്ക്, നീ എന്നെ കഴുകിയാൽ ഞാൻ ഹിമത്തേക്കാൾ വെളുക്കും. സ്തോത്രം. നോക്കണേ, ആ വാക്ക് നിങ്ങൾ വെറുതെ സ്തോത്രം പറഞ്ഞതല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായോ? ആ വാക്കൊരു പ്രതീക്ഷയുടെ വാക്കാണ്. സ്തോത്രം. പ്രതീക്ഷയുടെ വാക്കാ. ചില ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ പാസ ഇനി പ്രാർത്ഥിക്കൊന്നും വേണ്ട, പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ല, കാരണം അതൊരു നിരാശയുടെ വാക്കാണ്. പക്ഷെ ദാവീദ് 51-ാം സങ്കീർത്തനം എഴുതുന്നത് ഒരു ഗുരുതര പശ്ചാത്തലത്തിലാണ്, നമുക്കതറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ദൈവദാസൻ വന്നിട്ട് പോയപ്പോൾ ഞാനിനി ശരിയാവൂലെന്നല്ല, ഞാൻ പെട്ടു എന്നല്ല, എൻ്റെ ജീവിതം തീർന്നെന്നല്ല, എൻ്റെ കഥ കഴിഞ്ഞെന്നല്ല, ഇനി എന്നെക്കൊണ്ടൊരു ഗുണമില്ലെന്നല്ല, അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ ദൈവം ഒന്ന് എന്നെ കഴുകിയാൽ ഞാൻ ഹിമത്തേക്കാൾ വെളുക്കും. പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസമായി. നിന്റെ ജീവിതത്തിൻ്റെ പുറകിൽ എന്തൊക്കെ തകർച്ചയുണ്ടെങ്കിലും, അതോ ഏത് നിലവാരത്തിൽ ശത്രു ചെയ്തതാണെങ്കിലും, അബദ്ധം പറ്റിയതാണെങ്കിലും, വീഴ്ച സംഭവിച്ചതാണെങ്കിലും, ആത്മാവ് നിന്റെ അടുക്കൽ ദൈവദാസന്മാരെ അയച്ചു കഴിയുമ്പോൾ, നിന്റെ കുടുംബത്തിൽ അയച്ചു കഴിയുമ്പോൾ, ഈ യോഗം നിന്റെ സഭയ്ക്കകത്ത് നടന്നു കഴിയുമ്പോൾ, നന്ദി 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 കർത്താവേ. എല്ലാവരും ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗ്രഹിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഗ്രഹിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം. പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കുന്ന വാക്യമുള്ളൂ. പക്ഷെ ദാവീദ് ദൈവത്തോട് പറഞ്ഞത്, നീ എന്നെ കഴുകിയാൽ ഞാൻ ഹിമം പോലെ എന്നല്ല, ഹിമത്തേക്കാൾ. ദൈവം എന്നോട് പറയുന്നു, നിങ്ങൾ ഇന്നിരിക്കുന്നതിനേക്കാൾ വെളുക്കും എന്ന വാക്ക് തൊലി വെളുക്കുന്ന കാര്യമല്ല പറയുന്നത്. നിങ്ങളുടെ ശുശ്രൂഷ തെളിയും, നിങ്ങളുടെ സഭ ദേശത്ത് തെളിയും,
നമ്മുടെ ഭാഷയിൽ പറഞ്ഞതിന്റെ വോൾട്ടേജ് കൂടും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ തലം മാറും. നിങ്ങളുടെ ശുശ്രൂഷയുടെ ലെവല് മാറും. സ്വർഗം ഒന്നോടെ കഴുകിയാൽ, ദൈവം ഒന്നോടെ കഴുകിയാൽ, സ്വർഗം ഒന്ന് ഇടപെട്ടാൽ, ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ മാത്രം പരിശുദ്ധാത്മാവിന്റെ കൂടെ നിന്ന് എത്ര പേർക്ക് വിശ്വാസം വരുന്നുണ്ട്? ഇതെന്റെ ക്ലൈമാക്സ് അല്ല, ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ലെന്നല്ല. ഈ പ്രാർത്ഥനയിൽ ചിലരെ കഴുകും ദൈവം, സൗജന്യമായി ദൈവം കഴുകും. ഈ കഴുകല് കഴിയുമ്പോൾ നിന്റെ തേജസ് വർദ്ധിക്കും, നിന്റെ അഭിഷേകം വർദ്ധിക്കും, നിന്റെ ആരാധന വർദ്ധിക്കും, നിന്റെ ശക്തി വർദ്ധിക്കും. നിന്നെ ദൈവം ഉന്നതങ്ങളിൽ വാഹനമേറ്റും, ഉന്നതങ്ങളിൽ വാഹനമേറ്റും ശ്രേഷ്ഠമാക്കി മാറ്റാൻ ദൈവം വിശ്വസ്തനാകയാൽ വിശ്വാസമുള്ള ദൈവമക്കൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. വായടച്ചിരിക്കാനാണെങ്കിൽ വായടച്ചിരിക്കാം, നൃത്തം ചെയ്യാനാണെങ്കിൽ നൃത്തം ചെയ്യാം. ഇത് നിന്റെ ദിവസമാണ്, ഇത് നിന്നെ ദൈവം കഴുകുന്ന ദിവസമാണ്. ആത്മാവിൽ പ്രതികരിക്കുന്നവരെ, പോസിറ്റീവായി പ്രതികരിക്കുന്നവരെ, ദൈവത്തോട് ചോദിക്കുന്നവരെ സ്വർഗം കഴുകി പുറത്തു കൊണ്ടുവരുവാൻ യേശുവേ, പരിശുദ്ധാത്മാവേ, സർവശക്തിയുള്ള ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമിതമായ ദൈവിക വിശ്വാസത്തോടെ സ്തോത്രം. കുറച്ച് നാളായി മരവിച്ചിരിക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടായിരിക്കാം, യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ ശുശ്രൂഷകന്മാരിൽ നിങ്ങളും സ്വത്ര ശുശ്രൂഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് വരെ ഉള്ളതിനേക്കാൾ കുറേയും കൂടി വെളുക്കാൻ, വെളുക്കുക എന്നുള്ള വാക്കിനെ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്തോളണം. കുറേയും കൂടി ശോഭിക്കാൻ, നിന്റെ പ്രാർത്ഥനയിൽ ചിലതോടെ സംഭവിക്കാൻ, നീ നടന്നു പോകുമ്പോൾ ചിലത് സംഭവിക്കാൻ, സഭ ഇന്ന് വരെ ഈ പട്ടണത്തിൽ ചെയ്തതിനേക്കാൾ കുറേയും കൂടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ കരമടിക്കുന്ന കൂടെ പറഞ്ഞോണ്ട് കരമടിക്ക്. ഞാൻ ഇതിനേക്കാൾ വെളുക്കും, ഞാൻ ഇതിനേക്കാൾ ശോഭിക്കും, ഞാൻ ഇതിനേക്കാൾ പ്രയോജനപ്പെടും, ഞാൻ ഇതിനേക്കാൾ ശക്തമായി ശുശ്രൂഷിക്കും, ഞാൻ ഇതിനേക്കാൾ വലിയത് കാണും. ഓ ഓ ചുടര ക്ഷമന ഹാത്തര ബൗഡ ചുടല റിഗന ദരയ ക്ഷമന തുരബനവനവ ശംധനരഗന ഉട രാഖ മൗഛ ദാര. അപ്പാ അപ്പാ ഹോ നന്ദി 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 നാദ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പഠിക്കുന്ന പിള്ളേർ, ഹയർ സ്റ്റഡിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ, 10 മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നിരാശപ്പെട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പ്രത്യേകം നിങ്ങൾ സൂക്ഷിച്ചോളണം. ഞാനിത് പറയാനല്ല വാസ്തവത്തിൽ നിന്നത്, ഞാനൊരു തുടക്കം ഇടണമല്ലോ, എന്നിട്ട് കുറിവാക്യം വായിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ദൈവം ഒരു ദൂത് പറയുകയാണ്, ദൈവം ഒരു ദൂത് പറയുകയാണ്. ഒരു ദൈവദാസൻ ഒരു ഭക്തൻ്റെ അടുക്കൽ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിടിഞ്ഞെന്നല്ല, അയാൾ ആകപ്പാടെ നിരാശപ്പെട്ടു. ഇനി എനിക്ക് രക്ഷയില്ല. വേണമെങ്കിൽ ദാവീദിന് ആ പശ്ചാത്തലം നമുക്കറിയാം. ഒരു പ്രവാചകൻ വന്നിട്ട് അയാളെ കീറിപ്പൊളിച്ച് മാന്തിയിട്ടിട്ട് പോയാണെന്നെങ്കിൽ പറഞ്ഞേനെ ഇനി എനിക്ക് രക്ഷയില്ല, ദൈവമേ എന്ന് നെഞ്ചുരുകിയേനെ. പക്ഷേ നാഥാൻ പോയി കഴിഞ്ഞപ്പോൾ ദാവീദ് ദൈവത്തോട് പ്രതികരിച്ചു, കർത്താവേ, അങ്ങെന്നെ കഴുകിയാൽ ഞാൻ ഇന്ന് വരെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറേയും കൂടി ഈ കസേരയിൽ ഇരുന്ന് ശോഭിക്കും. എൻ്റെ സിംഹാസനം നഷ്ടപ്പെടാൻ പോകുകയാണ്, എനിക്കിനി സാധ്യതയില്ലെന്നല്ല അയാൾ വിചാരിച്ചത്. ഈ പദവിയിലിരുന്ന് ഞാൻ ശോഭിക്കും, ഈ ദേശത്ത് ഞാൻ ശോഭിക്കും,
ഈ രാജ്യത്ത് ഞാൻ ശോഭിക്കും. എൻ്റെ ചാർച്ചക്കാരുടെ കുടുംബക്കാരുടെ ഇടയിൽ പിള്ളേർക്ക് പഴഞ്ചൊല്ലിന് കാരണമാകത്തില്ല ഞാൻ. വിഷയങ്ങൾ എന്തുമാണെങ്കിലും ഇതിനകത്ത് സാത്താൻ പറഞ്ഞ് പറ്റിച്ച ചില വാക്കുകളെ സ്വർഗം ഇന്ന് പൊളിക്കട്ടെ. നന്ദി 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 നന്ദി. എത്ര പേർ ആഗ്രഹിക്കുന്നു, എത്ര പേർ ആഗ്രഹിക്കുന്നു കുറെ കൂടി ശോഭിക്കാൻ, കുറെ കൂടി തിളങ്ങാൻ, കുറെ കൂടി ദൈവ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ. പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷയുടെ ഒരു അടിത്തറ ഇടുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ 17-ാം ദിവസമാണെന്ന് പാസ്റ്റർ പറഞ്ഞു. 17 ദിവസങ്ങളേക്കാൾ ഒരു കഴുകൽ വചനം കൊണ്ട് ഇവിടെ നടക്കും. ആ കഴുകൽ കഴിയുമ്പോൾ നിന്നെ കണ്ടവർ പറയും, നീ പണ്ടത്തേക്കാൾ തെളിഞ്ഞു, നീ പണ്ടത്തേക്കാൾ നന്നായി, നിന്റെ ശുശ്രൂഷ പണ്ടത്തേക്കാൾ ഡബിൾ സ്ട്രോങ് ആയി. Power of Holy Spirit. പ്രതികരണത്തിനകത്ത് വിടുതലിരിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നോ അതുപോലാണ്. ഇതൊക്കെ കേട്ടിട്ട് എനിക്കൊന്നും പറയാനില്ല, സ്തോത്രം, എനിക്കൊന്നും തോന്നുന്നില്ല എന്നാണ് 17-ാം ദിവസവും നിങ്ങളുടെ മനോഭാവമെങ്കിൽ നമ്മളൊരു പക്ഷേ ഫ്രീസായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. അതല്ല, ഇന്ന് പകലിൽ ഇടപെടുമ്പോൾ, ഇന്നലകളിൽ ഇടപെട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങി, സ്വർഗം എന്നെ ഒന്ന് കഴുകിയാൽ, ദൈവം എന്നെ ഒന്ന് ഒരുക്കിയെടുത്താൽ, കർത്താവേ, ഇതിനേക്കാൾ പ്രയോജനപ്പെടും. അത് ശുശ്രൂഷയിൽ മാത്രമല്ല, ഭാര്യ എന്ന പദവിയിൽ ഇതിനേക്കാൾ ശോഭിക്കാം, ഭർത്താവ് എന്ന പദവിയിൽ ഇതിനേക്കാൾ ശോഭിക്കാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരുപക്ഷെ നിങ്ങൾ സ്ഥിരം വഴക്ക് കേൾക്കുന്ന ഒരാളായിരിക്കാം. പക്ഷെ ഇന്ന് ദൈവം എന്നോട് പറയുന്നു, പഴുതടച്ച് പറയാൻ പറയുന്നു, ഞാൻ നിന്നെ കഴുകിയാൽ നീ ആ സ്ഥാപനത്തിൽ ശോഭിക്കും. ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിങ്ങൾ മടുത്ത് ജോലി രാജിവെച്ച് ഒളിച്ചോടുന്നത് പോലെ ഓടാനിരിക്കുകയാണെങ്കിൽ ഈ വാക്ക് കേൾക്ക്. ഇന്ന് യോഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാഞ്ഞിരംകുളം റാഫ ചർച്ച് ക്രമീകരിച്ചിരിക്കുന്ന മീറ്റിങ്ങിൽ നിങ്ങൾ ഓൺലൈനിലാണെങ്കിൽ പോലും അവസാനം വരെ ഇരിക്കുക. ഇതിനിടയിൽ സ്വർഗം നിങ്ങളെ കഴുകും. ഈ കഴുകൽ കഴിയുമ്പോൾ സ്തോത്രം, നീ അവിടുത്തെ താരമായി മാറും. ഒന്ന് കഴുകി കിട്ടിയാൽ നീ രക്ഷപ്പെടും. ഇനി എത്ര പേർക്ക് തോന്നുന്നുണ്ട് അവർ പറഞ്ഞോണ്ട് സ്തോത്രം ചെയ്യുക, എനിക്ക് അങ്ങനെ ഒരു കഴുകൽ ആവശ്യമാണപ്പാ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കഴുകണപ്പാ, എൻ്റെ ജീവിത പങ്കാളിയെ ഒന്ന് കഴുകണപ്പാ, എൻ്റെ അമ്മയെ ഒന്ന് കഴുകണം, എൻ്റെ മോളെ ഒന്ന് കഴുകണം. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കർത്തൃദാസന്മാർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവദാസിമാർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കുഞ്ഞുങ്ങളടക്കം പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അവൻ കഴുകുന്നത് ശരീരത്തിന് ചെളി കളയാനല്ല, നിന്റെ അകത്തെ കറ കളയാനാണ്. Glory to Jesus. Hallelujah. അങ്ങനെ ഒരു കഴുകലുണ്ടായാൽ ഭയങ്കര വിടുതലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രതികരണത്തിന് ഭയങ്കര ശക്തിയുണ്ടെന്നാണ്. ഒരു ദൈവദാസൻ വന്നു, ദൂത് അനുകൂലോ പ്രതികൂലോ എന്തു ആകട്ടെ, അപ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കരുത് എന്നെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ എന്ന്.
ഉള്ളതേ പറയാവൂന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. നാദാം വന്നിട്ട് രാജാവെന്നും പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ശരിക്കും നിങ്ങൾക്കറിയാം ആ സംഭവം പറഞ്ഞത് ഹൃദയത്തിന് നോവുണ്ടാകുന്ന കാര്യമാണ്, കുറ്റമാണ് പറഞ്ഞത്. പക്ഷെ ദൂതിനോട് പ്രതികരിക്കുന്നതിനകത്താ വിടുതൽ. നമുക്ക് അനുകൂലമായിട്ട് പറയണമെന്നൊന്നുമില്ല, ദൈവം ഉള്ളത് പറയും. അപ്പം നമ്മൾ പ്രതികരിക്കുകയാണ്, അപ്പാ ശരിയാണ്, നാദാം പറഞ്ഞത് ശരിയാണ്, അങ്ങയുടെ ആത്മാവിൽ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, അങ്ങനെ കഴുകിയാൽ ഞാൻ ശരിയാവും. അത്രയും പറഞ്ഞപ്പോഴേക്കും സ്വർഗം പോലും ഞെട്ടിയെന്നാണ് എൻ്റെ വിചാരം. ദൈവം അല്ലെങ്കിൽ പിന്നെ ദാവീദ് എന്ന് പറഞ്ഞ ഒരാൾ സങ്കീർത്തനം എഴുതാൻ പിന്നെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അവിടെ വെച്ച് വീണ്ടും ദൈവം കഴുകി. പിന്നീട് അവനെ ദൈവമായ കർത്താവ് എത്രയോ ശക്തമായിട്ട് പ്രയോജനപ്പെടുത്തി. ഇന്ന് ദൈവാത്മാവ് നമ്മോട് പറയുന്നു, പ്രതികരിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. എൻ്റെ കയ്യിൽ ദൈവം ഒരു ദൂത് തന്നു വിട്ടിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുക. പക്ഷേ ഈ പറയുന്ന കാര്യമൊന്നും ഇവിടെ വന്ന് പറയണമെന്ന് വിചാരിച്ചതല്ല. എൻ്റെ മനസ്സിനകത്ത് ഈ വാക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിങ്ങനൊരു വ്യാഖ്യാനം വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ദൈവം ഇന്ന് ചിലരെ കണ്ടുവച്ചിട്ടാണ് ഈ വാക്ക് പറയുന്നത്. നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് എത്ര പേര് പറയും ദൈവത്തോട്? നിങ്ങളുടെ പ്രായം എന്തുമാകട്ടെ, നിങ്ങളുടെ പദവിയും എന്തുമാകട്ടെ, നിങ്ങളുടെ ശുശ്രൂഷ എന്തുമാകട്ടെ, എൻ്റെ ഹൃദയത്തിലെ അമിത വിശ്വാസം നിനക്കിനിയും തെളിയാൻ പറ്റും, നിനക്കിനിയും ശോഭിക്കാൻ പറ്റും. ആളുകൾക്ക് നിന്നെ ആവശ്യമാകും. നിന്നിലുള്ള കൃപ ദൈവം വർദ്ധിപ്പിച്ചാൽ ദൂരത്തിരിക്കുന്നവർ നിന്റെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തു നിൽക്കും. അതുപോലത്തെ മാറ്റമാണ് ദൈവാത്മാവ് കണ്ടുവച്ചിരിക്കുന്നത്. നീ കഷ്ടപ്പെട്ടതിനും നീ അധ്വാനിച്ചതിനും തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരു കഴുകലിലൂടെ മറുപടി തരും. ശത്രു നിന്നെ മറച്ചിടാൻ ഏതൊക്കെ തന്ത്രങ്ങൾ മുമ്പിലേക്ക് ഇട്ടു തന്നാലും എൻ്റെ ദൈവത്തിന് നിന്നെ മറക്കാൻ കഴിയില്ല. നിന്നെ ദേശത്തുനിന്ന് ഓടിക്കാൻ ശത്രു ഏതൊക്കെ പണികൾ ഇണക്കിയാലും എനിക്ക് നിന്നെ പറഞ്ഞു വിടാൻ പറ്റില്ല. നിന്നെ ഇവിടെ വെച്ച് കഴുകി കഴുകി ശോഭിപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളാ പറയേണ്ടത്, ഈ യോഗം ഉച്ചയ്ക്ക് തീരുന്നതിനേക്കാൾ മുമ്പ് എന്നെ കൂടി ഒന്ന് കഴുകണം. അങ്ങനെ പറയുന്നവർക്ക് ഇതൊരു 10 സെക്കൻഡ് തരാം. കണ്ണടച്ച് അവരവരിയ്ക്കുന്നിടത്ത് ആരെയും നോക്കാതെ ഇന്ന് വചനം വരുമ്പോൾ അത് സംഭവിക്കണേ. കുറവുകൾ കുറ്റങ്ങളൊക്കെ കണ്ടേക്കാം. വീട്ടിലുള്ളവരാണ് ഏറ്റവും അടുത്ത് നമ്മളെ അറിയുന്നത്. അവർ നമ്മളെ കുറ്റം പറയാൻ ഒത്തിരി പോരായ്മ കണ്ടേക്കാം. ഇന്ന് ദൈവത്തോട് പറ, അവരുടെ കുറ്റമാണെന്ന് വിചാരിക്കാതെ എന്നെ ഒന്ന് കഴുകിയാൽ പ്രശ്നം തീരും കർത്താവേ. എൻ്റെ വീട്ടിലെ പ്രശ്നം തീരും, എൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നം തീരും. എന്നെ ഒന്ന് കഴുകണം. ശുശ്രൂഷയിൽ നമുക്കൊരുമിച്ച് കർത്തൃദാസന്മാരെല്ലാവരും മനസ്സോടെ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ഈ വെളിപ്പാട് വെച്ച് എനിക്കിതിനേക്കാൾ ഇനിയും വെളുക്കാൻ കഴിയും, ശോഭിക്കാൻ കഴിയും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് സഭാമധ്യത്തിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കാൻ എന്നെ ഇവിടെ വെക്ക് അയച്ചല്ലോ. ഈ രാവിലെ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് വഴിയിലൊന്ന് യാതൊരു പ്രയാസവും കൂടാതെ എന്നെ ക്ഷേമത്തോടെ ഇവിടെ എത്തിച്ചതിന് 1000 നന്ദി കർത്താവേ. ഇവിടെ എത്തിച്ചത് ദൈവമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ജനത്തോട് ദൈവത്തിൻ്റെ ദൂത് പറയാനാണ് എന്നെ ഇവിടെ വിട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വചന ശുശ്രൂഷ കഴിയുമ്പോഴേക്കും കർത്താവ് കുറേ പേരെ കഴുകി. ഇന്നലെ വരെ കണ്ടവർ ഇവരെ കാണുമ്പോൾ ആശ്ചര്യപ്പെടുമാറ് ദൈവത്തിൻ്റെ കഴുകൽ സംഭവിക്കണേ അപ്പാ. സഭ അതുപോലെ നാട്ടിൽ ശോഭിക്കണമേ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ശക്തി ഈ സഭയുടെ ശക്തിയാകണേ കർത്താവേ. ബാക്കിയെല്ലാം അതിന് താഴെ പോകണം. അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമെന്നുള്ള അമിത വിശ്വാസത്തോടെ ദൈവവചനത്തിലേക്ക് കർത്താവിൻ്റെ മക്കളെ നയിക്കുന്നു. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം എല്ലാവരും കൂടെ. നല്ല സ്തോത്രം പറഞ്ഞാട്ടെ എല്ലാവരും കൂടെ. കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് നിങ്ങൾ വിശ്വസിക്കുന്നതിൽ സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ലളിതമായിരിക്കുന്നൊരു വാക്യം വായിച്ച് അതിനേക്കാൾ ലളിതമായി പ്രസംഗിക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ വളരെ സുന്ദരമായ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു ദൈവാലോചന പങ്കുവെച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പകൽ ആഗ്രഹിക്കുന്നു. പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിക്കാൻ വേണ്ടി
അഭ്യർത്ഥിക്കുകയാണ്. സഭാമധ്യത്തിൽ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാൽ ഉപകാരമായിരിക്കും. പത്രോസിൻ്റെ ലേഖനം, 1-ാമത്തെ ലേഖനം, 5-ാം അധ്യായം 6-ാമത്തെ വാക്യം ദയവായി വായിച്ചാൽ. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴേ താണിരിപ്പീൻ. പരിചിതമായിരിക്കുന്ന വാക്യമാണ്, നമുക്കറിയാവുന്ന വാക്യമാണ്, ചിലർക്കെങ്കിലും മനഃപ്പാഠമായ വാക്യമാണ്. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ കർത്താവ് എന്നെ ഓർപ്പിച്ച ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ഈ വാക്യത്തിലൂടെ, ഈ വാക്യമാണ് ഇവിടെ പറയേണ്ടതെന്ന് എൻ്റെ മനസ്സിനകത്ത് ഉറപ്പ് കിട്ടിയതുകൊണ്ട് ഞാൻ ആ വാക്യത്തെ വിശദീകരിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. പത്രോസിൻ്റെ ലേഖനം, വിശിഷ്യാൽ 1-ാമത്തെ ലേഖനം. ഈ ലേഖനത്തിൻ്റെ ദൂത് ദൈവത്തിൻ്റെതാണെങ്കിലും ഇതിൻ്റെ അവതരണ രീതി, ഇതിൻ്റെ പശ്ചാത്തലം പത്രോസിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പത്രോസിൻ്റെ ലേഖനത്തിലെ പല ദൂതുകളും പത്രോസ് പറഞ്ഞിരിക്കുന്നത്. അത് ഒന്നിലധികം കാര്യങ്ങൾ, സ്തോത്രം, ഒരു ബൈബിൾ ക്ലാസ് പോലെ പത്രോസിൻ്റെ ലേഖനത്തിന് തെളിവുകൾ കൊണ്ടുവരികയായിരുന്നെങ്കിൽ, അതിനുള്ള സാവകാശം ഇങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അതൊന്നേ രണ്ടേ തെളിയിക്കായിരുന്നു. ഇന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇന്നത് പറഞ്ഞിരിക്കും തെളിയിക്കായിരുന്നു. അത്രയും തെളിയിക്കാൻ ഞാൻ സാവകാശം എടുത്താൽ പറയേണ്ട ദൂത് പറയാൻ പറ്റാതെയാകും. അതുകൊണ്ട് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ അനുഭവമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. എന്താണെങ്കിലും ദൈവത്തിൻ്റെ ഒരു ദൂത് പറയാൻ, ദൈവത്തിൻ്റെ ഒരു ആലോചന പറയാൻ നമുക്കെന്തിൻ്റെങ്കിലും ഒരു പശ്ചാത്തലം ആവശ്യമായി വരും. ഇപ്പം എനിക്കെൻ്റെ ഹൃദയത്തിനകത്തൊരു ദൂത് പറയാനാണ് വന്നിരിക്കുന്നത്. അത് പറയാൻ വേണ്ടി ഞാനിവിടെ വന്നിട്ട് എല്ലാവരും കൂടി വട്ടത്തിലിരുത്തിക്കൊണ്ട്, സ്തോത്രം, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു, സ്തോത്രം, വചന ശുശ്രൂഷയാകത്തില്ല, ഒരു ദൂതാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു വാക്യം വായിച്ചിട്ട് തുടങ്ങുന്നത്. ആ വാക്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം എന്താ? ഒരു പശ്ചാത്തലം വേണം ഒരു ദൂത് പറയാൻ. സ്തോത്രം. ഒരു പടം വരയ്ക്കുന്ന മനുഷ്യന് 2 ബോട്ടിൽ പെയിൻറ്റും 2 ബ്രഷും കൊടുത്തിട്ട് ഈ അന്തരീക്ഷത്തിൽ പടം വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കാൻ പറ്റുമോ? നല്ല 2 പെയിൻറ്റും 2 ബ്രഷും കൊടുത്തിട്ട് പറയുകയാണ് ഈ അന്തരീക്ഷത്തിൽ വരച്ചോളാൻ പറഞ്ഞാൽ പടം വരയ്ക്കാൻ പറ്റുകയില്ല. പടം വരയ്ക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു ചുമര് വേണം, ഒരു പ്രതലം വേണം, അല്ലെങ്കിൽ ഒരു പേപ്പർ വേണം, ഒരു ക്യാൻവാസ് വേണം. അതുണ്ടെങ്കിലേ അദ്ദേഹത്തിൻ്റെ ആശയം അവിടെ പതിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നതുപോലെ സ്വർഗസ്ഥനായ ദൈവം ഏൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ ദൂത് നമുക്ക് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പശ്ചാത്തലം വേണം. സ്തോത്രം. ചിലപ്പോൾ ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കാം, ചിലപ്പോൾ ശാസ്ത്രീയ സത്യങ്ങളുടെ വെളിച്ചത്തിലായിരിക്കാം, ചിലപ്പോൾ അറിവിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം, വെളിപ്പാടിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കാം ദൂത് അറിയിക്കുന്നത്. പൗലോസിൻ്റെ എഴുത്തുകൾ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, പൗലോസിൻ്റെ എഴുത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വലിയ അനുഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഒറ്റപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുടെ പശ്ചാത്തലമെല്ലാം അഗാധമായ അറിവിൻ്റെ പശ്ചാത്തലമായിരുന്നു. നന്നായി പരത്തി വായിക്കുന്ന ഒരാളായിരുന്നു പൗലോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾക്കകത്ത് പലരും, ആത്മീക ചരിത്രത്തിലെ അല്ല, മറ്റു പലരും പറഞ്ഞിരിക്കുന്ന, കവിവരന്മാർ പോലും പറഞ്ഞിരിക്കുന്ന കൊട്ടേഷനുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു യാത്രികനായിരുന്നു. റോമൻ പട്ടാളക്കാരുടെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. റോമൻ പട്ടാളത്തെ അദ്ദേഹം, ആ സൈന്യവ്യൂഹത്തെ അദ്ദേഹം അടുത്തു നിന്ന് കണ്ടിട്ടുണ്ട്. പട്ടാളത്തിൻ്റെ യൂണിഫോം, മാർച്ച്, ഇതെല്ലാം കണ്ടിട്ടുണ്ട്. റോമൻ കൈസറെ സംരക്ഷിക്കുന്ന ആയുധങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ടുള്ള മനുഷ്യൻ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പല ദൂതും പറഞ്ഞത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്ക് തോന്നുന്നു ലളിതമായി പറയാൻ ഓർന്നിട്ട് എനിക്ക് തോന്നുന്നു കട്ടി കൂടി വരുവാണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയട്ടെ, എഫേസ്യ ലേഖനത്തിനകത്ത് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക എന്നൊരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടെ പറയുന്നു, അരയ്ക്ക് സത്യം കെട്ടണം, സ്തോത്രം, ശിരസ്ത്രം വെക്കണം, കയ്യിൽ വാള് പിടിക്കണം, സ്തോത്രം എന്നൊക്കെ പറഞ്ഞ്, കാലിൽ ചെരുപ്പിടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ എന്തിൻ്റെ പശ്ചാത്തലം എന്നറിയാമോ?
റോമൻ പട്ടാളക്കാർ അന്ന് ധരിച്ചിരുന്ന യൂണിഫോം അദ്ദേഹം കണ്ടിട്ടുണ്ട്. കാരണം റോമൻ പട്ടാളക്കാരെ അടുത്തു നിന്ന് കാണാൻ ഒരു സുവിശേഷ തടവുകാരനാണെങ്കിൽ പോലും പൗലോസിന് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം ആ പശ്ചാത്തലങ്ങളെ കണ്ടിട്ട് ഒരു റോമൻ പട്ടാളത്തിൻ്റെ യൂണിഫോമിനെ പോലും അദ്ദേഹം ദൂതിന് വേണ്ടി പശ്ചാത്തലമാക്കി. സ്തോത്രം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം ലേഖനത്തിനകത്ത് എഴുതി, പൗലോസിന്റെ പല ലേഖനങ്ങളും നമുക്ക് പിടികിട്ടാൻ ബുദ്ധിമുട്ടാണ് എഴുതി. കാരണം ഭയങ്കര പശ്ചാത്തലങ്ങൾ എടുത്തിട്ടോടാണ് അദ്ദേഹം എഴുതിയത്. എന്നാൽ പാവപ്പെട്ട പത്രോസ്, സ്തോത്രം, വലിയ തിയോളജി അറിയില്ല, വേറെ ഭാഷ അറിയില്ല, ഒരുപാട് യാത്ര ചെയ്തിട്ടില്ല, തൻ്റെ മുക്കുവ ഗ്രാമം വിട്ട് വേറെ എങ്ങോട്ടും പോയിട്ടില്ല, അധികം വായിച്ചിട്ടില്ല. ആകപ്പാടെ ഈ വട്ടം ചുറ്റി നിൽക്കുന്ന ഈ മനുഷ്യനോട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് സഭയ്ക്ക് ദൂതെഴുതാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതും? സ്തോത്രം, ഭാഷാ പാണ്ഡിത്യമില്ല, ജ്ഞാനമില്ല, സ്തോത്രം, യാത്രാ പരിചയമില്ല, കേട്ടുകേൾവിയില്ല, വായനാ പരിചയമില്ല, ഇതൊന്നുമില്ലാത്ത മനുഷ്യൻ സ്വർഗമേൽപ്പിച്ചപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുത്തത് തൻ്റെ സ്വന്തം അനുഭവത്തിൽ ദൂത് പറയുക. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ വളച്ചു കെട്ടുകയല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതുമല്ല, ഈ ഭാഗം ഇവിടെ പറയണമെന്ന് ദൈവം എന്നോട് പറയുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞു വിട്ട കാര്യം പറയാം. നിനക്ക് കഴിവ് കുറവായിരിക്കാം, നിനക്ക് നിന്റെ മാതൃഭാഷയല്ലാതെ വേറൊരു ഭാഷയില്ലായിരിക്കാം, നിനക്ക് അനുഭവമില്ലായിരിക്കാം, നീ മറ്റു പലരെ പോലെ ഒരുപാട് പേര് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് യാത്ര ചെയ്തപോലെ യാത്ര ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ എൻ്റെ ദൈവം നിന്നോട് പറയുന്നു, ഉന്നതന്മാരുടെ ചിന്തകളെക്കാൾ നിന്റെ അനുഭവത്തിന് ആയിരങ്ങളെ നേടിയെടുക്കത്തക്ക രീതിയിൽ, ഉറപ്പിക്കത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ അനുഭവത്തെ ഒരു ദൂതാക്കാൻ എത്ര പേര് ഇന്ന് പകൽക്കാലം അതിൽ നന്ദി പറയാൻ തുടങ്ങും. അനുഭവങ്ങളെ ദൂതാക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ഇതിനകത്ത് നടകൊള്ളുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ തീവ്രമായ അനുഭവങ്ങൾ, വീട്ടിനകത്തെ അനുഭവങ്ങൾ, ദേശത്തെ അനുഭവങ്ങൾ, ബന്ധുക്കളിൽ നിന്നുള്ള അനുഭവങ്ങൾ, കൂട്ടു സഹോദരന്മാരാലുള്ള അനുഭവങ്ങൾ, അത് മുഴുവൻ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ഒരു പുസ്തകമാക്കുമെന്നല്ല, മറ്റുള്ളവരുടെ വിടുതലിന് ദൂതാക്കാൻ പോകുകയാണ്. അങ്ങനെ അനുഭവങ്ങളെ പശ്ചാത്തലമാക്കിയ പല ദൂതുകളും വേദപുസ്തകത്തിനകത്തുണ്ട്. അതിൽ അഗ്രഗണ്യനാണ് നമ്മുടെ ഇയ്യോബ്. അദ്ദേഹം അത് അനുഭവിച്ചപ്പോൾ പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ ഒറ്റപ്പെടല്, വീട്ടിൽ കൂടെ ഉള്ള ഒന്നിനു പുറകെ മരണം, ഭാര്യ എനിക്ക് തോന്നുന്നു സമനില തെറ്റിപ്പോയത് കൊണ്ടായിരിക്കാം, സ്തോത്രം, ആ സ്ത്രീ കയറി പറഞ്ഞ വാക്കുകൾ, ഏറ്റവും സ്നേഹിച്ച സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കാൻ വന്നവർ പോലും ഉള്ളാണി അടിക്കുന്നത് പോലെ വേദനപ്പെടുത്തിയ വിഷയങ്ങൾ, സമ്പത്തുക്കൾ മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ ചോർന്നു പോകുക, മാരകമായ രോഗം വരിക, മനസ്സ് തളരുക, ഇങ്ങനെയൊക്കെ വന്ന ഒരു മനുഷ്യൻ എത്ര കാലമാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ദൈവം പ്രസാദിച്ചിട്ട് വേദപുസ്തകത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവം ഒരു ദൂതാക്കി എഴുതി. അദ്ദേഹം മരിച്ചിട്ടും എത്രയോ പേരെ ഇയ്യോബിൻ്റെ പുസ്തകം ആത്മഹത്യ എന്ന് മടക്കി വരുത്തിയിട്ടുണ്ടെന്നറിയാം. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരൊക്കെ തകർന്നിരിക്കുന്ന വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ വേറൊന്നും പറയാനില്ല, അവിടെ നമ്മൾ വലിയ കാര്യം. പിന്നെ അന്നേരം മിക്കവാറും എല്ലാം പറയുന്നത് ആരുടെ കാര്യമെന്നറിയാമോ? സ്തോത്രം, വേദപുസ്തകത്തിനകത്ത് നെബൂഖദ്നേസറുണ്ട്, പിന്നെ ദാര്യാവേശുണ്ട്, ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. പക്ഷേ തകർന്നിരിക്കുന്നൊരു വീട്ടിൽ ചെല്ലുമ്പോൾ പറയുന്നത് മിക്കവാറും ഇയ്യോബിൻ്റെ കാര്യമോ രൂത്തിൻ്റെ കാര്യമോ. കാരണം ഇവരൊന്നും ചെറിയ കക്ഷികളാണ്, പക്ഷേ സാധാരണക്കാരനെ പിടിച്ചു നിർത്തുന്നത് ഇവരാണ്. സ്തോത്രം, വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ അവരുടെ കാര്യങ്ങളൊക്കെ വേണ്ടി വന്നാൽ പറയാനൊക്കെ കൊള്ളാം. അതൊക്കെ വലിയ വലിയ രാഷ്ട്രീയ സദസ്സിൽ, ഇപ്പോൾ ഈ ഹോളിൻ്റെ ഒക്കെ ഉദ്ഘാടനമൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ പ്രാദേശികമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് 2 മന്ത്രിമാരും കളക്ടറും നാട്ടിലെ MLA യും എല്ലാം കൂടി വന്നിരിക്കുമ്പോൾ അന്നേരം നമ്മുടെ യൂത്തിനെ കുറിച്ച് പറഞ്ഞാൽ
സ്തോത്രം ചിലപ്പോൾ അവർക്കും പിടികിട്ടിയല്ല, നമുക്കും പിടികിട്ടിയല്ല. അന്നേരം നമ്മൾ വേണമെങ്കിൽ സ്തോത്രം വലിയ ദാനിയേലിനെ കുറിച്ചോ നെബൂഖദ്നേസറിനെ കുറിച്ചൊക്കെ പറയണം. സ്തോത്രം അവരും കൂടി കേൾക്കട്ടെ എന്ന് ഓർത്ത്. പക്ഷെ സാധാരണക്കാരൻ കണ്ണുനീരിൽ കടന്നു പോകുമ്പോൾ അവരെ പിടിച്ചു നിർത്തുന്നത് അനുഭവമുള്ളവരാണ്. വേദപുസ്തകത്തിൽ അറിവുള്ളവനേക്കാൾ ദൈവത്തിനിഷ്ടം അനുഭവമുള്ളവരെയാണ്. മറ്റൊരു കൊച്ചാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ സഭയ്ക്കുള്ള ദൂത് പറയുകയാണ്. ഏറ്റവും കൂടുതൽ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ നിമിത്തം ഈ സഭയിൽ ആള് വരും. നീ നിമിത്തം ഈ സഭയിൽ ആള് വരും. ഏറ്റവും അധികം കരഞ്ഞവർ, ഏറ്റവും അധികം ഉപദ്രവിക്കപ്പെട്ടവർ, ഏറ്റവും അധികം ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞവർ, ഏറ്റവും അധികം തള്ളപ്പെട്ടവർ, സുവിശേഷത്തിന് വേണ്ടി നിന്ദിക്കപ്പെട്ടവർ, ഒറ്റപ്പെട്ട ആരാധനയ്ക്ക് വരുന്നവർ, നാട്ടിൽ അപമാനിക്കപ്പെട്ടവർ, അങ്ങനെ ഉള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ അനുഭവം ഹല്ലേലൂയ. ഞാൻ പറയാൻ വന്ന വാക്ക് നിങ്ങളൊന്ന് ശാന്തമായിട്ട് പറയാനാ പിടിച്ചു നിർത്തിയത്. കേട്ടെ, നിന്റെ അനുഭവം ഏതെങ്കിലും ചാനലുകാർ സീരിയൽ നടത്താൻ വേണ്ടി എടുക്കാനല്ല പോകുന്നത്. ദൈവം ചില ആത്മാക്കളെ നേടാൻ ഉപയോഗിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? ഏതെങ്കിലും നോവലിസ്റ്റ് കഥ എഴുതാനല്ല, സിനിമാക്കാർ സിനിമ പിടിക്കാനല്ല. നിന്റെ അനുഭവം ദൈവം ആത്മാക്കളെ നേടാൻ. ഇന്ന് ഇതിനകത്ത് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുന്നു, ഇന്ന് മുതൽ കാര്യങ്ങൾ കീഴ്മേല് മറയുകയാണ്. നീ ചെന്ന് കാലുകുത്തുന്ന വീട്ടിൽ വേറെ ഒന്നുമില്ല. സ്തോത്ര ഹല്ലേലൂയ. നിന്റെ അനുഭവങ്ങൾ ചിലരുടെ വിടുതലിന് കാരണമാകും. സ്വർഗം അത് ചെയ്യാൻ പോകുക, സ്വർഗം അത് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ കാര്യം ഒരു വെറും വാക്കായി പറഞ്ഞതല്ല. നിന്റെ അനുഭവങ്ങൾ ദൈവം മറിച്ചു വിൽക്കാൻ പോകുകയല്ല. നിന്റെ അനുഭവം ദൈവരാജ്യത്തിന് വേണ്ടി സ്വർഗം അങ്ങ് ഉപയോഗിക്കാൻ പോകുകയാണെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് ചിലരോട് പറയുന്നു. ഹല്ലേലൂയ. ചില ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ അനുഭവം ഒരു സിനിമയാക്കാൻ പറ്റുമെന്ന്. അല്ലേ? സ്തോത്രം. കാരണം അത്രയും നൊമ്പരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളത് കണ്ടേക്കാം. പക്ഷെ ആ വാക്കെടുത്തിട്ടുണ്ട് ദൈവം പറയുന്നു, നിന്റെ അനുഭവം ആർക്കും വിൽപ്പനച്ചരക്കാക്കാൻ ദൈവം കൊടുക്കുകയല്ല. അതാർക്കും കഥ എഴുതാനും ആർക്കും സ്തോത്രം എന്താ പറയുക കൂടുതൽ കാര്യങ്ങൾ സ്തോത്രം ഒന്നും സംഭവിപ്പിക്കാൻ വേണ്ടി ഒന്നും ദൈവം കൊടുക്കുകയല്ല. ദൈവം നിന്റെ അനുഭവങ്ങളെ മറ്റുള്ളവരെ പിടിച്ചു നിർത്താൻ, ഹല്ലേലൂയ, അതിന് ദൈവം ഉപയോഗിക്കാൻ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് കർത്താവ് നിന്നെ വേറെ ആർക്കും കൊടുക്കാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. വേറെ ആരുടെ മുമ്പിലേക്ക് നിന്റെ അനുഭവങ്ങൾ കൊടുക്കാതെ സ്തോത്രം ദൈവമായ കർത്താവ് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇതൊരു വലിയ വിടുതലായി മാറും. പലരുടെ കുടുംബങ്ങളുടെ വിടുതലിന് കാരണമാകും. അതിന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കാൻ ദൈവം ഇടയാക്കും. ഞാൻ തിരിച്ചു വരുന്നു. പത്രോസിൻ്റെ അനുഭവത്തിലൂടെയാണ് പത്രോസ് സ്തോത്രം ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലം എഴുതിയത് അല്ലെങ്കിൽ ഈ വാക്കുകൾ എഴുതിയത്. അതിലിപ്പോൾ നമ്മൾ വായിച്ചത്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീനെന്നാണ്. സ്തോത്രം, താണിരിപ്പീനെന്നാണ്. വാസ്തവത്തിൽ ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കം, ഈ വാക്യത്തിൻ്റെ പ്രമേയം ഉയർത്തുക എന്നുള്ളതാണ്. ഉയർത്തുക. സ്തോത്രം. അപ്പോൾ ഉയർത്തുക എന്ന് പറയുമ്പോൾ, നിങ്ങളെ ഉയർത്തേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കാണല്ലോ. ഉയർത്തുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആശയം, നമുക്ക് ഭയങ്കര സ്തോത്രം ഒരു 2 നില വീടോ 40 ലക്ഷം രൂപയുടെ കാറോ, നമ്മുടെ മക്കൾ 2 പേര് നീറ്റിന് എഴുതി ഡോക്ടർമാരായി നല്ല രാജ്യത്ത് ചെയ്യുകയോ, അതൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഉയർച്ച തന്നെയാണ്. പക്ഷെ ബൈബിളിൻ്റെ ഭാഷയിൽ ഉയർത്തുക എന്നുള്ള വാക്കിനെ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം എനിക്ക് വാക്യത്തിനകത്ത് കയറാൻ. ബൈബിളിൻ്റെ ഭാഷയിൽ ഒരുത്തനെ ദൈവം ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ, ഉയർത്തി എന്ന് പറഞ്ഞാൽ ദൈവം അവനെ എന്തിനു വേണ്ടി കണ്ടോ ആ ലെവലിലേക്ക് അവനെ കൊണ്ട് എത്തിക്കുന്നതാണ് ബൈബിൾ ഉയർത്തിയെന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പൊ പത്രോസിനെ ദൈവം ഉയർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പണ്ട് അദ്ദേഹം സ്തോത്രം 2.5 കൂടം കൂലിക്ക് മീൻ പിടിക്കാൻ പോകാനായിരുന്നു. ഇപ്പോൾ പുള്ളിക്ക് 15 ബോട്ടുണ്ട്.
45 ജോലിക്കാരുണ്ട്, അതാണോ എൻ്റെ അർത്ഥം? അല്ല. പൗലോസിനെ ദൈവം ഉയർത്തി എന്ന് പറഞ്ഞാൽ പൗലോസ് വലിയ ഉയർച്ചയിലിരുന്ന മനുഷ്യനാണ്. വാഹനമൃഗം എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊന്നും കാറൊന്നുമില്ല, അതിന് വാഹനമൃഗം സ്വന്തമായിട്ടുണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം യേശുവിനെ കണ്ടെത്തിയോടുകൂടി പലതും ചവറം തണ്ണി. അതിനർത്ഥം പുള്ളിയെ ഉയർത്തിയില്ല, പുള്ളി താഴെ പോയി എന്നാണോ? അല്ല. പിന്നെ എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? എന്നെയും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കർത്താവിങ്കിലേക്ക് വരുമ്പോൾ നമ്മളെക്കുറിച്ച് സ്വർഗത്തിൻ്റെ കയ്യിലൊരു പ്ലാൻ വരും. അതിന് ഇരിമ്യാവില പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നിങ്ങളെക്കുറിച്ച് നിരൂപണമുണ്ട്, ആ നിരൂപണങ്ങൾ വ്യർത്ഥമാകില്ല. വിചാരമുണ്ട് ദൈവത്തിന്, ദൈവത്തിന് പ്ലാനുകളുണ്ട്, നമ്മളെക്കുറിച്ച് ഓർമ്മയുണ്ട് ദൈവത്തിന്. പുസ്തക ചുരുള എഴുതിയിട്ടുണ്ട് ദൈവം. അപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനോടെ വന്ന് ഈ ദൂത് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടോളണം, ഇന്നൊരു പക്ഷേ വാടക വീട്ടിൽ നിന്നായിരിക്കും യോഗത്തിന് വരുന്നത്, കടമായിരിക്കും. പക്ഷെ നിങ്ങൾ കൃപയിലേക്ക് വന്നപ്പോൾ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, ഇങ്ങനെ 5-6 ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്ന് ജപ്തി നോട്ടീസിൻ്റെ മുകളിൽ കടന്ന് നിങ്ങൾ ചാവണം എന്നല്ല ദൈവം എഴുതി വച്ചിരിക്കുന്നത്. സ്തോത്രം. നിങ്ങളെ ദൈവമായ കർത്താവിന് ചില വിഷയത്തിൽ നിന്നൊക്കെ ഊരിയെടുക്കണം. നിങ്ങളെ ഈ നാട്ടിൽ എന്താക്കണമെന്ന്, നിങ്ങളുടെ മക്കളെ എന്താക്കണമെന്ന് ദൈവം കണ്ടിട്ടുണ്ട്. ദൈവം കണ്ടിരിക്കുന്നതിലേക്ക് ദൈവം അയക്കുന്നതിനാണ് ഉയർച്ച എന്ന് പറയുന്നത്. ഇപ്പം ഈ സഭയിലെ സ്വത്രം നല്ല കുഞ്ഞുങ്ങൾ അവധിക്കാലത്ത് വരെ പലരും പങ്കെടുക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന മക്കളിൽ 2 പേരെ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ മെഡിസിന് പഠിക്കാൻ വേണ്ടി യൂറോപ്പിലേക്ക് വിട്ടു. ഇവിടുന്ന് 2 പിള്ളേരെ യൂറോപ്പിലേക്ക് വിട്ടു. ഒരു കൊച്ചിനെ ബൈബിള് പഠിക്കാൻ വേണ്ടി കുമ്പനാട്ടേക്ക് വിട്ടു. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ പറയും, യൂറോപ്പിൽ പോയ പിള്ളേരങ്ങ് ഉയർന്നു, മറ്റേ അങ്ങേരുടെ ചെറുക്കൻ ഇപ്പോഴത്തെ ബൈബിൾ കോളേജിൽ പോയിരിക്കാന്ന് പറയും. അങ്ങനെ പറയരുത്. കാരണം അവനെക്കുറിച്ച് ദൈവം, സ്തോത്രം, അതാണ് കണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ എത്തിക്കുന്നതിനാണ് ഉയർച്ചയെന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവരെയും ഡോക്ടറാക്കുന്നതിനകത്തല്ല, എല്ലാവരെയും എഞ്ചിനീയർ, എല്ലാവരെയും പൈലറ്റാക്കുന്ന. പൈലറ്റ് ആകേണ്ടവനെ പൈലറ്റ് ആക്കണം, പാസ്റ്റർ ആകേണ്ടവനെ പാസ്റ്റർ ആക്കണം. ഇത് 2 ഉയർച്ചയാണ്. എത്തേണ്ടിടത്ത് എത്തിക്കുന്നതിനാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ നിന്നെ ഉയർത്താം. ഹല്ലേലൂയ. അങ്ങനെ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന കൂടെ നമുക്കൊരു കൊച്ചു വീടും കൂടി തരുവാണെങ്കിൽ സൗജന്യമായിട്ട് മേടിച്ചോനെ തെറ്റൊന്നുമില്ല. ആ കൂടെ മഴ നടക്കാൻ വേണ്ടി ഒരു കാറ് കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. അല്ലാതെ അതാണ് ഉയർച്ച എന്ന് പറയരുത്. നമ്മൾ എത്തേണ്ടിടത്തെത്തണം. അപ്പോൾ വചനം പറയും, അവൻ നിന്നെ ഉയർത്തി. സ്തോത്രം. അവൻ നിന്നെ ഉയർത്തി. അപ്പം ഇപ്പം ഈ വാക്യത്തിനകത്ത് പത്രോസ് പറയുന്നുണ്ട്, സ്തോത്രം, ഈ വാക്യത്തെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടിട്ട് ചിന്തിക്കാം. ഈ വാക്യത്തെ കേന്ദ്രീകരിച്ച്, ഉയർച്ച എന്ന വാക്കിനെ കേന്ദ്രീകരിച്ച് ഈ വാക്യത്തെ നമുക്ക് 4ആയിട്ട് വിഭജിക്കാം. 4ആയിട്ട് വിഭജിച്ചുകൊണ്ട് ചിന്തകൾ തുടരാം. അപ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ഈ കാര്യങ്ങളെ പഠിക്കാനും എനിക്ക് നിങ്ങളോടുള്ള ദൂത് പറയാനും ഇച്ചിരി എളുപ്പമായിരിക്കും. 4ആയിട്ട് ഈ വാക്യത്തെ തിരിക്കാം. 1, ഈ വാക്യം സമർത്ഥിക്കുന്നു ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. 2, ഈ വാക്യം സമർത്ഥിക്കുന്നു ഉയർത്താൻ ഒരു കാരണമുണ്ടെന്ന്. കാരണമില്ലാതെ ഒരുത്തരും ദൈവം ഉയർത്തിയിട്ടില്ല. നിങ്ങൾ വഴിയെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു സഭയെ ദൈവം മാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു കാരണം കാണും. ഒരു ദൈവദാസനെ ദൈവമായ കർത്താവ് സ്തോത്രൻ്റെ പേര് പുറത്തു കൊണ്ടുവന്ന് 10 പേര് അറിയുന്ന നിലവാരത്തിലാക്കിയതിൻ്റെ പുറകിൽ കാരണമില്ലാതെ ദൈവം ഉയർത്തിയല്ല. 3, ഈ വാക്യം സമർത്ഥിക്കുന്നത് ഉയർത്താൻ ഒരു സ്ഥലമുണ്ടെന്ന് ഈ വാക്യത്തിനകത്ത് നമുക്ക് തെളിവ് കിട്ടും. 4, ഉയർത്താൻ ഒരു സമയമുണ്ടെന്ന് ഈ വാക്യം വ്യക്തമാക്കും. ഈ 4 കാര്യങ്ങളെ നിങ്ങളുടെ മധ്യത്തിൽ വിശദീകരിക്കാനാണ് പകൽ എൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രേരണ തന്നിരിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ദൂതോടുകൂടെ വിശദീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞിരിക്കുന്ന സമയത്ത് നിർത്താൻ വേണ്ടി ഞാൻ വിചാരിക്കാം. സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ സ്തോത്രം പറഞ്ഞും വിശ്വസിച്ചും പ്രതികരിച്ചും നിൽക്കുകയാണെങ്കിൽ ഈ ദൂത് വെളിപ്പെടുകയും ചെയ്യും, അത് നിങ്ങൾക്ക് ഫലിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ 4 കാര്യങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. സ്തോത്രം. ആദ്യത്തെ വാക്യതാണ്, ഈ വാക്യം സമർത്ഥിക്കുന്നു ഉയർത്തുന്നൊരു ദൈവമുണ്ട്. അതിനെനിക്കധികം വിശദീകരിക്കേണ്ട കാര്യമില്ല.
ഇനി തിരിച്ച് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ പത്രോസിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നെന്ന് പറഞ്ഞല്ലോ. പുതിയ നിയമത്തിനകത്ത് ഉയർത്തുന്നൊരു ദൈവം ഉണ്ടെന്ന അനുഭവത്തിൽ നിന്ന് പറയാൻ ഈ പത്രോസിനേക്കാൾ ശക്തനായ വേറെ ആരുണ്ട്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൗലോസാണിത് പറയുന്നതെങ്കിൽ തെറ്റില്ല. പക്ഷെ പൗലോസിനെ നമുക്കറിയാം, കേട്ടുകേൾവി അനുസരിച്ച്, അറിവനുസരിച്ച് അദ്ദേഹം ഒരു മുക്കുവക്കുടിൽ, ഒരു ഓലക്കുടിൽ ജനിച്ച ആളല്ല. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നത് കപ്പൽ പ്രമാണിയുടെ മോനാന്നാ. ഉന്നത വിദ്യാഭ്യാസം. ആ കാലഘട്ടത്തിൽ യെരുശലേമിലെ ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ കൊണ്ടുപോയി ന്യായപ്രമാണം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ മോനെ കൊണ്ട് പറ്റിയല്ല. ഇന്നത്തെ രീതിയിൽ അമേരിക്കയിൽ വിട്ട് പഠിപ്പിക്കുന്ന പോലെയാണ് അന്ന് ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ച ഒരുത്തനെ യെരുശലേമിൽ കൊണ്ടുപോയി ന്യായപ്രമാണം പഠിപ്പിക്കണമെങ്കിൽ അത്രയ്ക്ക് ഉന്നത പിടിപാടും ഉയർച്ചയും ഉണ്ടായിരിക്കണം. അപ്പം അവിടെ നിന്നാണ് അദ്ദേഹത്തെ ദൈവം പൊക്കിയെടുത്തത്. എന്നാൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരുത്തനെ സ്വർഗത്തിലെ ദൈവം ഇന്നും പത്രോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പത്രോസാന്ന് ചോദിക്കണ്ട. മനുഷ്യ മനസ്സിനകത്ത് രജിസ്റ്റർ ചെയ്യത്തക്ക രീതിയിൽ ആ മനുഷ്യനെ ദൈവമായ കർത്താവ് ആത്മീകരുടെ ഇടയിൽ സുപരിചിതനാക്കിയെങ്കിൽ അതല്ലേ ഒരു ഉയർച്ച എന്ന് പറയുന്നത്. കൃപ. ഹല്ലേലൂയ. ആരോടോ ദൈവാത്മാവ് പറയുന്നു, നിന്നെ ജനത്തിന്റെ ഇടയിൽ പരിചിതനാക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ സന്തതിയെ നിനക്ക് ദൈവം കൃപ തന്ന്, വരം തന്ന്, അനുഗ്രഹം തന്ന്, ആത്മീകം തന്ന്. ആരോടാ ഞാൻ ഈ ദൂത് പറയുന്നതെന്ന് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ആ കരമടിക്കുന്ന കൂടെ നിങ്ങളൊന്ന് പറഞ്ഞുകൊണ്ട് കരമടിക്കണം. നിന്റെ സഭയുടെ പേര് കേട്ടാൽ വിദേശ രാജ്യത്ത് പോലും ആളുകൾക്ക് അറിയണം ഇന്നടത്തെ അല്ലേ. നിന്റെ പേര് കേട്ടാൽ നിന്റെ കൃപാവരം ഇന്നതല്ലേ, നിന്റെ ശുശ്രൂഷ ഇന്നതല്ലേ എന്ന് ചോദിക്കുമാറ് സ്വർഗത്തിലെ ദൈവം. ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരും, ബാങ്കുകാര് ലോൺ തന്നില്ലെങ്കിലും, വീട്ടുകാര് സ്വത്ത് തന്നില്ലെങ്കിലും, കൂടപ്പറപ്പുകളെല്ലാം കളിപ്പിച്ചെടുത്താലും നിരാശപ്പെടരുത്. ആരോടും വൈരാഗ്യം വെച്ചോണ്ടിരിക്കരുത്. നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കിയിട്ട് പറയണം, എടുക്കേണ്ടതൊക്കെ നിങ്ങൾ എടുത്തോ. ഉയർത്തുന്ന ഒരു ദൈവത്തെ, എന്റെ ദൈവത്തെ എനിക്കറിയാൻ കഴിഞ്ഞത് എന്റെ നിരാശ മാറ്റി ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. വാസ്തവത്തിൽ മനുഷ്യന്റെ ഒക്കെ ഉള്ളിൽ കിടക്കുന്നത് ഇങ്ങനെ ഒരു ചിന്തയല്ല. ഞാൻ ജനിച്ചത് ക്രിസ്തീയ കുടുംബത്തിലാണ്. പക്ഷെ ഓർമ്മ വെച്ച് ഈ പിള്ളേരുടെ പ്രായത്തിൽ വളർന്നു വരുമ്പോഴെല്ലാം ദൈവത്തെക്കുറിച്ച് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ, അന്ന് ഇതുപോലെ സുവിശേഷ സുലഭമല്ല, സുവിശേഷ യോഗങ്ങളില്ല, ഉണർവ് സഭകളില്ല, പരമ്പരാഗതമായി പാരമ്പര്യത്തിൽ പെട്ടുകിടക്കുന്ന ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ കൂടെ കേട്ടിട്ടുള്ളത്, ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത്, ദൈവം ഉയർത്തുമെന്നോ ദൈവം അനുഗ്രഹിക്കുന്നൊന്നും അല്ല. സാധാരണ രീതിയിൽ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ നാട്ടിലും പറയാറുണ്ടോ എന്ന് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ കേട്ടെ. സാധാരണ ഞങ്ങൾ കേട്ടിട്ടുള്ളത്, എന്തെങ്കിലും കാര്യം വരുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ദൈവം ചോദിച്ചോളൂടാണ്. എൻ്റെ അർത്ഥം എന്താ? നിന്നോടൊക്കെ ദൈവം ചോദിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, സ്തോത്രം, ദൈവം ശിക്ഷിക്കുന്ന, ദൈവം കോപിക്കും. അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴും അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവം അനുഗ്രഹിക്കുന്നൊക്കെ ഒരു വാക്ക് ഞാൻ കേട്ടത് എൻ്റെ ജന്മനാട്ടിൽ നിന്ന്. ഞാൻ ഈ മധ്യ തിരുവാങ്കൂർ തിരുവല്ലായിൽ ബൈബിൾ പഠിക്കാൻ വന്നപ്പോഴാണ് വാസ്തവത്തിൽ ഈ കൂടെ ദൈവം അനുഗ്രഹിക്കുമെന്ന് കേൾക്കാൻ തുടങ്ങി. അതിന് മുഴുവൻ കേട്ട് വല്ലപ്പോഴും പറയുന്നുള്ള ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം പറയുന്നത്, നിന്നോടൊക്കെ ദൈവം ചോദിച്ചില്ലെങ്കിൽ കണ്ടോടിയെന്നാണ്. കാരണം ഏതെങ്കിലും വഴക്കിനത് തോറ്റ് തുന്നം പാടുമ്പോൾ പറയുന്നതാണ് ദൈവം ചോദിച്ചോളും. അപ്പം നമ്മൾ കേട്ടിരിക്കുന്ന മുഴുവൻ ദൈവം ചോദിക്കുന്നവനാണ്, തല്ലുന്നവനാണ്, കൊല്ലുന്നവനാണ്, ശിക്ഷിക്കുന്നവനാണ് എന്തൊക്കെയാണ്. പക്ഷെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളടക്കം
നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രധാന പരിപാടി എന്താണ് എന്ന് ചോദിച്ച വാസ്തവം നമ്മൾ എന്താ മറുപടി പറയുന്നത്? എന്താണ് നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ? ഈ പിള്ളേരൊക്കെ പഠിത്തം കഴിഞ്ഞ് ബാംഗ്ലൂരോ ബോംബെയിലോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് പഠിപ്പിച്ചു വിടുന്ന ഭക്തി അനുസരിച്ച് ഒരു കൊച്ചു ബൈബിളും കൊണ്ടുപോയി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബൈബിൾ വായിക്കുന്നു. അല്പനേരം ആരും കേൾക്കാതെ കട്ടിലിരുന്നാണെങ്കിലും കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൂടെ താമസിക്കുന്നവർക്ക് മനസ്സിലാകും ഭക്തിയുള്ളൊരു കൊച്ചാണ്. ഇപ്പോൾ അവൾ പതുക്കെ പരിചയപ്പെടുത്തിയിട്ട് നമുക്കൊരു ദൈവം ഉള്ളൂ, കർത്താവാണ്. ആ കൊച്ച് അഥവാ ചോദിക്കുകയാണ്, നിൻ്റെ ദൈവത്തിൻ്റെ പ്രധാന പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തോ പറയും? പിള്ളേർ കേട്ടോളണം, വലിയവരും കേട്ടോളണം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രധാന പരിപാടി ശിക്ഷിക്കലല്ല. നമ്മളെല്ലാവരും കൂടി പറഞ്ഞ് അങ്ങനെ ആക്കിയതാ. ദൈവത്തിൻ്റെ പ്രധാന പരിപാടി രക്ഷിക്കലാണ്. സ്തോത്രം. ഉയർത്താൻ പറ്റുന്നതിൻ്റെ പരമാവധി ഉയർത്തുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിപാടി. ദൈവത്തിൻ്റെ പരിപാടി ശപിക്കുക എന്നുള്ളതല്ല, അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. പിന്നെ തീർത്തും നിർവാഹമില്ലാതെ അങ്ങ് കൈവിട്ട് പോയ ഒറ്റപ്പെട്ട കേസുകൾ മാത്രമേ ദൈവം തമ്പുരാൻ അതുപോലെ ശിക്ഷിച്ചിട്ടുള്ളൂ. അല്ലാതെ എല്ലാവരെയും ശിക്ഷിക്കാൻ വേണ്ടി സ്തോത്രം ഒരു കൗണ്ടർ ഇട്ടിരിക്കുന്ന ആളല്ല ദൈവം. യേശുക്രിസ്തു സ്വർഗം വിട്ട് താണ ഭൂമിയിലേക്ക് വന്നത് ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിൻ്റെ ഭൂമിയുടെ മധ്യത്തിൽ ചങ്ക് പിളർന്ന് രക്തമൂറ്റി ഒഴിച്ച് മരിച്ചത് സ്തോത്രം മനുഷ്യനെ നശിപ്പിക്കാനല്ല, പാപിയെ രക്ഷിക്കാനാണ്. സ്തോത്രം. അടിയേറ്റതും നിന്ദിക്കപ്പെട്ടതും സ്വന്തം തോളിൽ തലചായ്ച്ച് മരിച്ചതും ദൂതന്മാരുടെ ആരാധ്യനായിരുന്നവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായിരുന്നവൻ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ടതും ജഡമെടുത്ത് ഭൂമിയിൽ വന്നതെല്ലാം ലോകത്തോട് പറയാനുള്ളത് രക്ഷിക്കാനാണ്, ഉയർത്താനാണ്. അതുകൊണ്ട് ദൂരത്തിരുന്നാണെങ്കിലും ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പൈസ പോലും മേടിക്കാതെ, മനുഷ്യൻ്റെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ, സ്വതന്ത്ര പ്രതിഫലവും പ്രതീക്ഷിക്കാതെ മനുഷ്യനെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ അറിയാതെ പോകരുത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രധാന പരിപാടി മനുഷ്യനെ ഉയർത്തുക. ഹല്ലേലൂയ. ലേഖനം എഴുതിയപ്പോൾ പത്രോസ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഏത് കുപ്പയെ കടന്നാലും വല വീശി ഒന്നും കിട്ടാതെ കടം മേടിച്ച് ദാരിദ്ര്യത്തിൻ്റെ കൂമ്പാരത്തിൽ കിടന്നാലും അവരെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. അത് തൻ്റെ അനുഭവത്തിൽ നിന്ന്. പുള്ളി ഇംഗ്ലീഷുകാരൻ്റെ പുസ്തകം വായിച്ചിട്ടോ ഇൻ്റർനെറ്റ് നോക്കിയിട്ടല്ല, അനുഭവത്തിൽ നിന്ന് പറഞ്ഞു ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് സമൂഹത്തോട് ഇന്ന് പറയാൻ പറ്റും ഉയർത്തുന്നൊരു ദൈവമുണ്ടെന്ന്? പുസ്തകം വായിച്ചതുകൊണ്ടും പാസ്റ്റർ പറഞ്ഞുകൊണ്ടല്ല, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു, ഇല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇവിടുത്തെ ദൂതിൻ്റെ പ്രധാനപ്പെട്ട ഈ കല്ലും കട്ടയും പണിയുമ്പോൾ അതിനെ ഉറപ്പിക്കുന്നത് ചാന്തിട്ടല്ലേ, ചാന്തെന്നല്ലേ പറഞ്ഞേ, സിമെൻറ്റും മണ്ണും കുഴച്ചല്ലേ, അതിട്ട് ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് അതിങ്ങനെ നിൽക്കുന്നത്. ഇന്നത്തെ ദൂതിനെ ഉറപ്പിക്കുന്നത് അനുഭവം എന്ന ചാന്തിട്ടാണ്. അതാണല്ലോ പറഞ്ഞു തുറന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ദൂതിനെ ഉറപ്പിക്കണം. കർത്താവേ, ഞാൻ 10 കൊല്ലമായി എൻ്റെ വീട്ടുകാരുടെ ഇടയിൽ നിന്ന് ഒറ്റയ്ക്ക് എൻ്റെ കർത്താവിനെ തേടി വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന, പക്ഷെ ഇന്നും അവരുടെ മുമ്പിൽ ഉയർത്തുന്നൊരു ദൈവമാണെന്ന് പറയാറായിട്ടില്ലെങ്കിൽ, അതായത് അവർ നോക്കുമ്പോൾ നീ പോയിട്ട് എന്നാ കിട്ടി, നിനക്കിപ്പോഴും അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ദൂത് തിരിച്ചണ്ട് പ്രാർത്ഥിക്കണം. നാഥ, അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴേക്കും എൻ്റെ ദൈവം എന്നെ ഉയർത്തുന്നവനാണെന്ന് എൻ്റെ ബന്ധുക്കളോട് പറയാൻ, എൻ്റെ ചാർച്ചക്കാരോട് പറയാൻ, എന്നെ കൂടി ഓർത്തേക്കണമെന്ന് നിങ്ങൾക്ക് ഈ ദൂത് പകരുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും പ്രാർത്ഥിച്ച് രാത്രി കിടന്നുറങ്ങരുത്. ഇന്ന് മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയെ മാറ്റിയെടുക്കണം. നിങ്ങളുടെ സ്വന്തം ജീവിത പങ്കാളി ചോദിക്കുന്നുണ്ടായിരിക്കാം, നീ എന്നും അങ്ങ് ഉപവാസം എടുത്തിട്ട് എന്തുണ്ടായി എന്നായി പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇന്നത് സത്യമായിരിക്കാം. പക്ഷെ ഇന്ന് നിങ്ങൾ രഹസ്യത്തിലാണെങ്കിലും ദൈവത്തോട് പറയണം. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ മീൻ പിടിച്ച് നടന്നവൻ, പടക് വാടകയ്ക്കെടുത്ത് നിരാശ കൊണ്ട് ചതല് പിടിച്ചിരുന്ന മനുഷ്യൻ,
ആ മനുഷ്യനൊരു അവസരം കൊടുത്തപ്പോൾ ലോകത്തോട് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഇന്നും ലോകത്തിലെ ആളുകൾ പറയുന്നു ഉയർത്തുന്നൊരു ദൈവം ഉണ്ടെന്ന്. അത് പൗലോസ് പ്രസംഗിച്ച് കേട്ടെന്നല്ല, ഞങ്ങളുടെ സുനിൽ പാസ്റ്റർ എന്നും ഞായറാഴ്ച ഇത് പറയാറുണ്ടെന്നല്ല, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം. നമ്മുടെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ സ്തോത്രം, നീ ജനിക്കുമ്പോൾ, നീ 8 പഠിക്കുമ്പോൾ, നീ 10 പാസ്സാകുമ്പോൾ, സ്തോത്രം, നീ +2 ജയിച്ചു നിൽക്കുമ്പോൾ, സ്തോത്രം, പപ്പയുടെ 10 രൂപയില്ലാതെ 5 രൂപയില്ലാതെ അന്ന് എന്ത് ചെയ്യണമെന്ന് ലോൺ പോലും എടുക്കാൻ 1 സെന്റ് ഭൂമി അപ്പൻ്റെ പേരിൽ എഴുതി തരാതെ സ്തോത്രം നെഞ്ചു തിരുമിയുന്ന ഒരു കാലമുണ്ട്. 2 കൊല്ലം കഴിയുമ്പോൾ പറയണം, നമ്മുടെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. അത് വേറൊരുത്തൻ്റെ പുസ്തകം നോക്കിയല്ല, ആരോ തിരുവല്ലയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം വായിച്ചല്ല, പിന്നെയോ നിങ്ങളുടെ ജീവിതം ഒരു പുസ്തകമാകണം പിള്ളേർക്ക് വായിക്കാൻ. ഓ ഹല്ലേലൂയ. റബന ശബന ഹഡഗ ജനായ ശംധന ലിഖാരയ ശബാനഗ ധനാദിയാന. ഞാൻ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പറയാം, എൻ്റെ ശുശ്രൂഷകന്മാരെ, എൻ്റെ പ്രവാചകന്മാരെ, എൻ്റെ കൃപാവരപ്രാപ്തരെ, വേദികളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ, ഇന്ന് മുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാഥ സ്തോത്രം, ദൈവമേ, മറ്റൊന്നിനുമല്ല, സ്വർഗം എന്നെ വേലക്ക് വിളിച്ചിട്ട് നീ എന്തായിന്ന് ചോദിക്കരുത്. ഇവിടെ വെച്ച് പറയാനൊരു ദൂതുണ്ടാകണം, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. അനുഭവത്തി എന്ന് പറയാൻ ഈ സഭയ്ക്കകത്ത് നിന്ന് ദൈവം ഒരു 100 പേരെങ്കിലും എഴുന്നേൽപ്പിക്കട്ടെ. സ്തോത്രം. 100 കുറഞ്ഞോ ഇല്ലയോ എന്ന് അറിയില്ല, ബാക്കി ഫില്ല് ചെയ്യാനുള്ളതൊക്കെ പാസ് ഫില്ല് ചെയ്തോളണം. ഞാൻ ആത്മാവിൽ പറഞ്ഞു വിടാം, ഒരു 100 പേരെങ്കിലും ഓഗസ്റ്റ് മാസം അവസാനിക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ വരാൻ എനിക്കൊരവസരം കിട്ടിയപ്പോൾ എൻ്റെ കർത്താവിൻ്റെ സഭയ്ക്കകത്ത് പറയുക, ഈ സഭയ്ക്കകത്ത് നിന്നൊരു 100 പേരെങ്കിലും അടുത്തൊരു കൊല്ലം കൊണ്ട് എൻ്റെ ദൈവം ഉയർത്തുന്നവനാണ് എന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ, ഞങ്ങളുടെ വീട്ടിൽ വാ, ഞങ്ങളെ ഒന്ന് വായിക്ക്, ഞങ്ങളെ ഒന്ന് ഞങ്ങൾ ആരായിരുന്നു, ഇന്ന് ഞങ്ങൾ എവിടെയായിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകാം. ഒന്നാമത്തത്, പത്രോസ് ഈ വാക്യത്തിൽ തൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് ഉയർത്തുന്നൊരു ദൈവമുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, വിശ്വസ്തയോടെ നിന്ന ഇവിടുന്ന് മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരും ഇന്ന് കൃപയിൽ നിൽക്കുന്നവരും എല്ലാവർക്കും പറയാനുള്ളൊരു സാക്ഷ്യമാണ്, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല സൗഖ്യമാക്കുന്നത്, കാരണം രോഗം വന്നാലല്ലേ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ സൗഖ്യമാക്കുന്ന ദൈവമുണ്ടെന്ന്. അങ്ങനെ പറയാൻ പറ്റുന്നവരുണ്ട്, ക്യാൻസർ സൗഖ്യമായവർ, ട്യൂമർ സൗഖ്യമായവർ. പക്ഷെ എല്ലാവർക്കും അനുഭവം ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. എല്ലാവർക്കും പറയാൻ പറ്റില്ല. മക്കളില്ലാത്തവർക്ക് 20ാമത്തെ കൊല്ലമാണെങ്കിലും മക്കളെ കൊടുക്കുമെന്ന്. കാരണം നമ്മളൊക്കെ കല്യാണം കഴിച്ച് സ്തോത്രം 10-11 മാസമായപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ കൃപയെ മക്കൾ ജനിച്ചു. അത് ദൈവത്തിൻ്റെ ദാനമെന്ന് വിചാരിച്ചാൽ മതി. എല്ലാവർക്കും അങ്ങനെ അല്ലല്ലോ. പക്ഷെ എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു സാക്ഷിയാണ്, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നിന്നിടത്ത് നിന്ന് പിന്നെയും താഴേക്ക് കൊണ്ടുപോകാതെ ഉയർത്തുന്ന ദൈവം. ആ സാക്ഷ്യം നിങ്ങൾ നേടിയെടുത്തോളണം. ഇതിവിടെ പറയാൻ കാരണം ദൈവത്തിന് അതിന് പ്ലാനുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു, അനുഭവങ്ങളെ ദൂതാക്കാൻ പോവുക. നീ സഹിച്ച കഷ്ടങ്ങളെ ഒരു സാക്ഷ്യമാക്കാൻ പോവുക. ഇന്ന് എഴുതി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ അടുത്ത ഉപവാസ പ്രാർത്ഥന എന്നാണ് അവിടെ ക്രമീകരിക്കുന്നത്, അന്നും ഒരു പ്രാർത്ഥനാ വിഷയമായിരിക്കില്ല, അന്ന് അത് സാക്ഷ്യമായിരിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. രണ്ടാമത്തെ കാര്യം ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഉയർത്താനൊരു കാരണമുണ്ട്. ഉയർത്താനൊരു കാരണമുണ്ട്. എന്താണ് ഉയർത്താനുള്ള കാരണമെന്ന് നമ്മൾ 6ാം വാക്യത്തിൽ കിടന്നത് അപ്പിയ കിട്ടിയല്ല. പക്ഷെ ഭാഗ്യവശാൽ സ്തോത്രം, ഇന്ന് വാക്യം വായിച്ച ആൻറ്റി ആരാണെങ്കിലും ആ കാരണം പറഞ്ഞുകൊണ്ടാണ് വായിച്ചത്. വായിച്ചപ്പോൾ ശ്രദ്ധിച്ചൊന്നറിയല്ല, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു മനസ്സുകൊണ്ട്. കാരണം 5ാം വാക്യത്തിൻ്റെ അവസാനം കൂടി ചേർത്ത് വായിച്ചു. എന്തായിരുന്നു 5ാം വാക്യത്തിൻ്റെ അവസാനം?
താഴ്മയുള്ളവർക്ക്, അത് വാസ്തവത്തിൽ 5-ാം വാക്യത്തിലാണ് കിടക്കുന്നത്. പക്ഷെ ഇന്ന് വാക്യം വായിച്ചപ്പോൾ കൃത്യമായിരുന്നു. പരിശുദ്ധാത്മാവ് അവർ ജയിപ്പിച്ചത് അവിടെ നിന്നാണ് തുടങ്ങിയത്. സ്തോത്രം. ഈ ബൈബിൾ എഴുതിയ സമയത്ത് പത്രോസ് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം 5-ാം അധ്യായം എന്ന് പറഞ്ഞാൽ അധ്യായമൊന്നും ഇല്ലായിരുന്നു, വാക്യം ഇല്ലായിരുന്നു. ഇതൊരൊറ്റ കത്തായിട്ടാണ് എഴുതിയത്. പത്രോസിൻ്റെ ലേഖനം എന്ന് പറഞ്ഞാൽ 1-2 അധ്യായമൊന്നുമില്ല. അധ്യായമൊക്കെ പിന്നെ നൂറ്റാണ്ടുകൾ ശേഷമാണ്. സ്തോത്രം. പത്രോസ് ഒറ്റയടിക്ക് എഴുതുക, അതിനകത്ത് എഴുതി വരികയാണ്. നമ്മുടെ ബൈബിളിൽ 5-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. എന്നിട്ട് എഴുതുകയാണ് അതുകൊണ്ട്. അല്ലേ? അതുകൊണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മോളി പറഞ്ഞ വിഷയമാണ് അതിൻ്റെ കാരണം, റീസൺ. അതുകൊണ്ട്. ഏതുകൊണ്ട്? ദൈവം താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. അപ്പോൾ ഉയർത്താനുള്ള കാരണം ഈ പത്രോസ് പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്ന ഒന്നുമല്ല, കൃപയാണ് ദൈവം ഉയർത്താനുള്ള കാരണം. സ്തോത്രം. ഒരു സാധ്യതയില്ലാത്തവർക്ക് ദൈവം കൊടുക്കുന്ന സാധ്യതയാണ് കൃപയെന്ന് പറയുന്നത്. ഒരു സാധ്യതയില്ല, അതിന് ദൈവം കൊടുക്കുന്നതാണ് കൃപയെന്ന് പറയുന്നത്. സ്തോത്രം. ഇനി പത്രോസിനെ ഉയർത്തിയത് കൃപയാണോ എന്നതിന് തെളിവ് വേണമല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവമല്ലേ ഞാനീ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ ബൈബിളിൽ കൃപ എന്ന് ഒരുപാട് പേരുണ്ട്, കൃപ ഒത്തിരി പേര് നിന്നവരുണ്ടെന്നല്ലോ. ഈ അനുഭവം പറയണ്ടേ? ഞാൻ അതിന് തെളിവ് പറയാം, കേട്ടെ. സ്തോത്രം. നിങ്ങൾ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. അപ്പോസ്തലന്മാരെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പുരുഷാരത്തിൽ നിന്ന് ശിഷ്യഗണങ്ങളെ തിരഞ്ഞെടുത്തു. ശിഷ്യഗണങ്ങളിൽ നിന്ന് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന വിവരം സുവിശേഷം എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. അതിൽ മത്തായി എഴുതിയിരിക്കുന്നിടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒന്നാമൻ പത്രോസ്. അങ്ങനെ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഇനി ബൈബിൾ വായിക്കണം. സ്തോത്രം. അതിപ്പോൾ ഇരുന്ന് വായിക്കണ്ട, പിന്നെ ഇരുന്ന് വായിച്ചു തുടർമാനമായിട്ട് വായിക്കുമ്പോൾ ഇത് പിടികിട്ടും. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ 12 പേരെ തിരഞ്ഞെടുത്തിട്ട് യേശുക്രിസ്തു അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നേരം വെളുത്തപ്പോൾ കർത്താവ് രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ച് ഇന്നൊരുണ്ടെന്ന് മനസ്സിലായി അവരെ അടുത്ത് വിളിച്ചു. അടുത്ത് വിളിച്ചതിന് ശേഷം ശിഷ്യഗണത്തിൻ്റെ ഇടയിൽ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തുമ്പോൾ യേശു പറഞ്ഞു, ഇവരിൽ ഒന്നാമൻ പത്രോസ്. രണ്ടാമൻ ആരാ? രണ്ടാമൻ ആരാന്ന് യേശു പറഞ്ഞില്ല. മൂന്നാമൻ ആരാന്ന് പറഞ്ഞില്ല. ഒന്നാമനെ പറഞ്ഞെങ്കിൽ രണ്ടാമനെ പറയണ്ടേ? അണ്ടോ നിങ്ങൾക്ക് പിണക്കായി പോയെന്ന് തോന്നുന്നു. ഒന്നാമൻ മാത്രം, രണ്ടാമനെ പറഞ്ഞില്ല. അതിനർത്ഥം എന്താ? ഈ ടീമിനകത്ത് യേശുക്രിസ്തു ഇലക്ഷനും പാനലും ഞറക്കടിയിലൊന്നും അല്ല. കർത്താവ് പറയുക, ഈ 12 പേരിൽ ഒന്നാമൻ പത്രോസാണ്. ഒന്നാമൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സ്ഥലത്തില്ലാത്ത സമയത്ത് കാര്യങ്ങൾ അങ്ങനല്ലേ. അതാണല്ലോ ഇപ്പോൾ ഒരു വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഇല്ലാത്തപ്പോൾ കാര്യം അതല്ലേ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമൻ പത്രോസ്. ഈ ഒന്നാമൻ പത്രോസ് എന്ന് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനകത്ത് സ്തോത്രം വല്ലായ്മ തോന്നിയിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഈ ടീമിനകത്ത് ഒന്നാമനാക്കാൻ ഇങ്ങേരെ മാത്രമേ കണ്ടോളോ? കാരണം എനിക്ക് തൃപ്തിയായില്ല പുള്ളിയെ പിടിച്ച് ഒന്നാമനാക്കിയത്. കാരണം എന്താ? ഈ പത്രോസിനെ എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയിട്ട് ഇന്ന് വരെ അദ്ദേഹം നേരെ ഇരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുള്ളി യോഗത്തിന് വരുന്നതേ ഉറങ്ങിക്കൊണ്ടാണ്. പിന്നെ എന്നും ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വന്നിരിക്കുമ്പോഴേ പുള്ളി ഉറങ്ങിക്കോളും. അതെവിടെ പോയാലും ഒരിടത്ത് പോലും അദ്ദേഹം ഉണർന്നിരുന്ന് കണ്ടിട്ടില്ല. എല്ലാ യോഗത്തിലും ഇരുന്ന് ഉറങ്ങുന്ന ഒരാളെ നിങ്ങളുടെ സഭയിൽ ഒന്നാമനാക്കൂ. എന്നെ സ്കൂളിൽ പഠിച്ച കാലത്ത്, ഞാൻ ഒത്തിരി ഒന്നും പഠിച്ചിട്ടില്ല, സ്കൂളിൽ പഠിച്ച കാലത്ത് 1 കൊല്ലം 3 ദിവസത്തേക്ക് എന്നെ ലീഡറാക്കി. 3 ദിവസത്തേക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ 4-ൽ നിന്ന് 5-ലേക്കോ 5-ൽ നിന്ന് 6-ലേക്കോ ജയിച്ച സമയമാണ്. 10-40 മലയാള സ്കൂളാണ്. ഇന്നത്തെ ഇംഗ്ലീഷ് മീഡിയം ഒന്നും അധികം ഇല്ലാത്ത കാലം. എല്ലാ പിള്ളേരും മലയാള സ്കൂളിൽ പോയി പഠിക്കുന്ന കാലം, ഗവൺമെൻറ് സ്കൂളിൽ. അല്ല, ഈ ഓൾ പ്രൊമോഷൻ ഉള്ളതിൻ്റെ പേരിൽ മിക്കവാറും എല്ലാവരും പേര് ജയിക്കും. പരീക്ഷ എഴുതി ജയിച്ചുകൊണ്ടൊന്നുമല്ല. അപ്പം ഞാനും ക്ലാസ്സിലേക്ക് വന്നു. ഇപ്പം ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ രാജൻ സാറാണ്. സാറ് സ്തോത്രം വന്നിരുന്നിട്ട് അറ്റൻഡൻസ് ബുക്ക് കൊണ്ടുവന്ന് എല്ലാവരുടെ പേരൊക്കെ വിളിച്ചതിന് ശേഷം പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിൽ ഒരു ലീഡർ വേണം.
അറ്റൻഡൻസ് ബുക്ക് കൊണ്ടുവരാൻ, പിള്ളേരുടെ കൈയെഴുത്തൊക്കെ മേടിച്ച് വയ്ക്കാൻ, വർത്തമാനം പറയുന്നവരുടെ പേരെഴുതാൻ, അതൊക്കെയാണല്ലോ ഈ ക്ലാസ് ലീഡറുടെ പണി. സ്തോത്രം. അപ്പോൾ സാറ് ഇങ്ങനെ പറയുകയാണ്, ആരാണ് ലീഡറാകുന്ന ഈ കൂട്ടത്തിൽ? 40-48 പിള്ളേരിയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ആയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ആരും ചാടിക്കറി പറയുകയല്ലോ. ഞാനൊന്നും പ്രതീക്ഷിക്കുക വേണ്ട, കാരണം വെച്ചാൽ നമ്മൾ ആ ലെവലൊന്നും ചിന്തിക്കാനേ ഇല്ല. പക്ഷെ എങ്ങനെയോ സാറിങ്ങനെ കണ്ണെല്ലാം നോക്കിയപ്പോൾ അന്ന് ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നവനാണ്. സ്തോത്രം. ഈ അന്ന് വലിയ വിറ്റാമിനൊന്നും അല്ലേ, ഞങ്ങളുടെ നാട് കപ്പയും ചക്കക്കുരുമൊക്കെ തിന്ന് വളർന്ന വേല തിന്ന് ഇങ്ങനെ സ്വത്ത് ഉരുണ്ടിരിക്കുക. അപ്പോൾ കണ്ടപ്പോൾ എല്ലാവരേക്കാളും ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് സാറിന് കണ്ണന് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവനെ കണ്ടിട്ട് ലീഡറാക്കാൻ കൊള്ളാം. അപ്പം ഞാൻ പെട്ടെന്ന് സാറിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഒന്ന് എഴുന്നേറ്റ് നിന്നെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്നപ്പോൾ ഞാൻ സാറ ചിരിച്ച പോലെ ചിരിക്കുക, എന്നെ ലീഡറാക്കാൻ ഇതൊക്കെ എന്ത് കണ്ടു. പിള്ളേരും ചിരിച്ചു. പിള്ളേർ ചിരിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായി, സാർ അനുഭവിച്ചോളും എന്നാണ് ആ ചിരിയുടെ അർത്ഥം. സ്തോത്രം. അങ്ങനെ ലീഡറാക്കി ഞാൻ തലയാട്ടി. ഞാൻ സ്തോത്രം ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം ക്ലാസ് തുടങ്ങി. സാറ് കണക്കാണ് എടുക്കുന്നത്. ഞാൻ ഹാജർ ബുക്കും ചോക്കൊക്കെ കൊണ്ടുവരാം, പക്ഷെ പഠിക്കുക എന്ന് പറയുന്ന കാര്യത്തിനകത്ത് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ സാറിന് മനസ്സിലായി മറ്റുള്ളവരുടെ മുമ്പിൽ ലീഡറാക്കാൻ കൊള്ളത്തില്ലെന്ന്. 3-ാം ദിവസം എന്നോട് സാറ് പറഞ്ഞു, നീ ഇനി ലീഡറാകണ്ടെന്ന് മാത്രമല്ല, 2ാമത്തെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി നേരെ പുറകിൽ പോയിരുന്നോളാൻ പറഞ്ഞു. പിന്നെ വേറെ ആരെയും ആക്കി. 3 ദിവസത്തേക്ക് മാത്രം ലീഡറാക്കി. കാരണം സ്തോത്രം, ഒരു ലീഡറൊക്കെ ആകണമെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന യോഗ്യത 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരെ വേണമെന്നല്ലേ അതിൻ്റെ തെളിവ്. അങ്ങനെയാണെങ്കിൽ ലോകം കീഴടക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത 12 പേരിൽ ഈ പുള്ളിയെ ഒന്നാമനാക്കിയതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് കർത്താവിനോട് പറഞ്ഞത്. നീ 2ാമത്തെ കാര്യം നിങ്ങൾ ഓർത്തേ, ഇദ്ദേഹം യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. മഹാപുരോഹിതന്റെ മുറ്റത്ത് വെച്ച് പ്രാഗിക്കൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ലെന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്നോട് ചോദിക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞ് തലയൂരി. അപ്പോൾ യേശു അകത്തു നിന്ന് നോക്കുന്നത് കണ്ടപ്പോൾ, എൻ്റെ ഭാഷ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പിള്ളേർക്ക് പോലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഭാഷ ഉപയോഗിക്കുക. പത്രോസ് മഹാപുരോഹിതൻ്റെ അരമനയുടെ ഇതുപോലത്തെ കൽത്തൂണിനകത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ കരയുന്നത് പോലെ പറഞ്ഞ് ഞാൻ ജാമ്യം എടുത്തത്, കാരണം നിങ്ങൾ പിണങ്ങരുത്, ഇവർക്ക് മനസ്സിലാക്കണം, അതുപോലെ നിന്നങ്ങ് കരയുക. ആ കരച്ചിൽ കണ്ടുകൊണ്ട് ഞാൻ കുറേ നാൾ പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവാണെങ്കിൽ ഇങ്ങനെ പെടണമെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി അത് മാനസാന്തരം അല്ലായിരുന്നു എന്ന്. ഉണ്ടോ? നിങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം പിന്നെ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, കേട്ടെ. വീള് കരഞ്ഞങ്ങ് സ്തോത്രം മുഖമൊക്കെ ചുമന്നു. കാരണം ഗുരുവിനെ തള്ളി പറഞ്ഞല്ലേ, അവർ തമ്മിൽ സംഭാഷണമൊന്നും നടന്നില്ല. പക്ഷെ കരച്ചിൽ നോട്ടത്തിൽ കരഞ്ഞുപോയി. അത് മാനസാന്തരമായിരുന്നെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഈ പത്രോസ് ബാക്കി ശിഷ്യന്മാരിൽ 6 പേരോട് പറയുക, യേശു ഇനി വരുമൊന്നുമില്ല, ഈ സഭ ഇനി മുന്നോട്ട് പോവില്ല, അതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോവുക, നിങ്ങൾ വരുന്നുണ്ടോ? അപ്പോൾ തൂണ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് മാനസാന്തരാണെങ്കിൽ ഈ പണി ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്തോളണം, പല കരച്ചിലും മാനസാന്തരം അല്ല. സ്തോത്രം. അപ്പം ഇദ്ദേഹം ഇതൊക്കെ ചെയ്തെങ്കിലും ഈ പണിയൊക്കെ ചെയ്ത ഒരാളെ ഒന്നാമനാക്കാൻ കൊള്ളുമോ? ഇനി മറുഭാഗം നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ സംഘത്തിനകത്ത് മിടുക്കന്മാരുണ്ടല്ലോ. യോഹന്നാൻ ആരാ? യേശുക്രിസ്തുവിൻ്റെ മാറോട് ചാർന്നിരുന്നു എന്നുള്ളത് പരമാർത്ഥമായ കാര്യം. പക്ഷെ അതിനേക്കാൾ ഉപരി യേശുക്രിസ്തുവിൻ്റെ രക്തബന്ധം വെച്ച് നോക്കിയ ഫസ്റ്റ് കസിൻ അല്ലേ, സ്വന്തം അമ്മയുടെ സഹോദരിയുടെ മോനല്ലേ. അപ്പൊ ഒന്നാമനാക്കാൻ അതിനകത്ത് വേറെ യോഗ്യതയുള്ളവരില്ലേ? അവരൊക്കെ ഉണ്ടായിരുന്നിട്ടും അവരെ തള്ളി മാറ്റിയിട്ട് എന്ത് കണ്ടിട്ടാന്നറിയില്ല, ഈ സംഘത്തിൽ ഇവനെ ഒന്നാമതാക്കിയത് കൃപ കൊണ്ടല്ലാതെ പിന്നെ എന്ത് മെറിറ്റ് കൊണ്ടാണ്? അതുകൊണ്ടാണ് പത്രോസ് ഈ വാക്യത്തിനകത്ത് സമർത്ഥിക്കുന്നത്, നിങ്ങൾ സ്തോത്രം എന്തൊക്കെ വിഷയത്തിൽ പരാജയപ്പെട്ടാലും, നിങ്ങളെ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും, കുടുംബ ശ്രേഷ്ഠതയില്ലെങ്കിലും, ദൈവത്തിൻ്റെ കൃപ കൊടുക്കുന്ന കാലമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്ന കാലം. ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞ വാക്കെടുത്തുകൊണ്ട് ഞാൻ ഈ കാഞ്ഞിരംകുളം തുറക്ക പറയുന്നു, ഇത് കൃപ കൊടുക്കുന്ന കാലമാണ്. നിങ്ങൾ ദൈവത്തിന്റെ കൃപയ്ക്ക് വിധേയപ്പെടാൻ തയ്യാറായോ, നിങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ അവൻ നിങ്ങളെ ഒന്നാമനാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവാത്മാവിൽ സഭയോടും സഭയുടെ നടത്തിപ്പുകാരോടും പരിശുദ്ധാത്മാവിലെ ദൂത് പറയാം.
സമുന്നതരായ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഭയങ്കരമായിരിക്കുന്ന ബന്ധങ്ങളുള്ള അങ്ങ് വിദേശ രാജ്യത്ത് വേരോട്ടമുള്ള ഉന്നതമായിരിക്കുന്ന സംഘങ്ങളൊക്കെ കണ്ടേക്കാം. പക്ഷെ എൻ്റെ ദൈവം നിനക്ക് കൃപ തന്നാൽ ഈ നാട്ടിലെ ഒന്നാമൻ നീയായിരിക്കും. ലീഡിങ് ചർച്ച് നിന്റേതായിരിക്കും. ആളുകൾ വരുന്നത് നിന്റെ അടുക്കലായിരിക്കും. അവർക്ക് വലിയ സംഭവങ്ങളെ കണ്ടേക്കാം, അമ്പരചുംബിയായ കെട്ടിടങ്ങളോ ആചാര്യന്മാരെ കണ്ടേക്കാം. പക്ഷെ അവരുടെ കൊച്ചിന്റെ കല്യാണത്തിന് പ്രാർത്ഥിച്ചു വിടാൻ വേണ്ടി ആരും അറിയാതെ നിന്റെ പാഴ്സനേജിൽ വരും. കാരണം നാട്ടുകാരുടെ ദൃഷ്ടിയിൽ നീയാണ് ഒന്നാമൻ. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒന്നാമൻ നീയാണ്. സ്തോത്രം. അവരുടെ പെരയ്ക്ക് തറക്കല്ലിടാൻ നേരത്ത് അവർക്ക് ആചാര്യന്മാര് കാണും. പക്ഷേ രാവിലെ നിന്നോട് വന്ന് പറയും, നീ വന്നൊന്ന് പ്രാർത്ഥിച്ചത് നടത്തും. കാരണം എന്താ? ജനത്തിന്റെ ദൃഷ്ടിയിൽ നീയാണ് ഒന്നാമൻ. ഹല്ലേലൂയ. കർത്താവ് കാര്യങ്ങളെ തിരിക്കുകയാണ്. ദൈവാത്മാവ് തിരിക്കാൻ തുടങ്ങുകയാണ്. ഇതുവരെ പുറകിലായിരുന്ന നിന്നെ, ഇതുവരെ ആളുകളുടെ ഇടയിൽ പരാജിതനായിരുന്ന നിന്നെ, ഈ കാറ്റഗറിക്കകത്ത് ഇതിനകത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, ചുങ്കം പിരിവുകാര്, സ്വന്തമായിട്ട് പടകും വലയും ഉണ്ടായിരുന്നവര്, കടല് സ്വന്തമായിട്ടുണ്ടായിരുന്നവര്, അവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, അവരെ എല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ഒരു സാധ്യതയും ഇല്ലാത്ത എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഇപ്രകാരം പറയാം. നിന്റെ കഴിവോ, നിന്റെ വാക്കോ, നിന്റെ ശബ്ദമോ, നിന്റെ ട്യൂണോ, നിന്റെ താളമോ ഇതൊന്നുമല്ല വിഷയം. ഇതൊക്കെ ഉള്ള കേമന്മാര് നിൽക്കുന്ന ഈ തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ഇറങ്ങി വരാൻ തുടങ്ങിയ മുൻപന്മാരെ പിൻപന്മാരാക്കും ദൈവം. ജനപ്രിയരി പട്ടണത്തിൽ കണ്ടേക്കാം. ആളുകൾ ഒരുപാട് അറിയുന്നവര് കണ്ടേക്കാം. പക്ഷേ സ്വർഗം എന്നോട് പറയുന്നു, ഒന്നുമില്ലാത്ത നിന്നെ കൃപ കൊണ്ട് ഉയർത്തുന്ന ദൈവം. പരിശുദ്ധനേ, 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 പരിശുദ്ധനേ. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഒന്നുമില്ലാത്ത നിന്നെ കൃപ തന്നാൽ ഒന്നാമനാക്കും. വലിയ സംഭവമൊന്നും വേണ്ട. ഞാനത് ഇച്ചിരി തെളിച്ച് പറയാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞ് ട്യൂഷനൊന്നും കൊടുക്കാൻ നിവൃത്തിയില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോലും അല്ല, പക്ഷെ മലയാളം മീഡിയത്തിലാണെങ്കിൽ പോലും ആ കൂടെ ചില കൃപയും കൂടി കൊടുത്താൽ പലരുടെ മുമ്പിലെത്തും. സ്തോത്രം. ശുശ്രൂഷിക്കുന്നവന് കൃപ കിട്ടിയാൽ അവൻ മുമ്പിലെത്തും. ഇന്ന് പകൽക്കാലം പത്രോസ് പറയുന്നു, ഉയർത്തുന്ന ദൈവം ഉണ്ടെന്ന് മാത്രമല്ല, ഉയർത്താനുള്ള കാരണം 5 വട്ടം പരീക്ഷ എഴുതിയതോ, പിന്നാമ്പുറത്തുകൂടെ നിയമനം നടത്തിയതോ, കൈക്കൂലി കൊടുത്തതോ, കാഴ്ച അധികമിട്ടതോ, വെള്ളം കുടിക്കാതെ ചില ദിവസങ്ങൾ വേറിട്ടിരുന്നതൊക്കെ കാരണമാണെന്ന് വെച്ചാൽ അറിയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൃപയാണ്. പത്രോസിനോട് നിങ്ങൾ ചോദിച്ചാൽ പറയും, താങ്കൾ എങ്ങനെ ഈ സംഘത്തിൽ ഒന്നാമനായെന്ന് ചോദിച്ചാൽ കൈമലത്തിട്ട് പറയും, കൃപയല്ലാതെ ഒന്നുമില്ല, എനിക്കൊന്നും പറയാനില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നു, കൃപ മനുഷ്യനെ ഉയർത്തും. മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. മൂന്നാമത്തത്, ഉയർത്താനൊരു സ്ഥലമുണ്ട്. അതല്ലേ നമ്മൾ മൂന്നാമത് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞതാണ്, ഉയർത്താനൊരു സ്ഥലമുണ്ട്. ഏതാണ് ഉയർത്താനുള്ള സ്ഥലം? അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ കണ്ടോ? അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ്. ഉയർത്തുന്ന സ്ഥലം, ദൈവം ഉയർത്തുന്ന സ്ഥലം എവിടാ? ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ്. അപ്പം ആ കൈക്കീഴിലിരുന്നാൽ അതാണ് ഉയർത്തുന്ന സ്ഥലം. സ്തോത്രം. ദൈവം ഉയർത്തുന്ന സ്ഥലം എന്നെ ഇന്നോടത്ത് പോയെന്നൊക്കെ ലോകത്തിലെ ആളുകൾ പറയും. ഇന്നോടത്ത് 3 ആഴ്ച അടുപ്പിച്ച് പോയാൽ ഉയർച്ചയുണ്ടാകും. സ്തോത്രം. ഞാൻ മനസ്സ് തുറന്ന് പ്രസംഗിക്കുകയാണ്, പറ്റിക്കപ്പെടരുത്. അങ്ങനെ ഇന്നടത്ത് പോയാൽ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞ ഒരു സ്ഥലവും ലോകത്തിലില്ല. അങ്ങനെ പത്രോസ് ആരെയും പരിചയപ്പെടുത്തിയില്ല. പിന്നെ എവിടാ? ഉയർത്താനൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം അദ്ദേഹം പറഞ്ഞു,
ഞാൻ ഉയർത്തപ്പെട്ട സ്ഥലം ഇന്നടത്ത് 3 ആഴ്ച പോയത് കൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൈക്കീഴാണ്. അപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പം ഞാനീ പ്രസംഗിക്കുന്ന കാര്യം ഈ പിള്ളേരൊക്കെ കേൾക്കുന്നതെന്നല്ല വിചാരം, മക്കളൊക്കെ കേൾക്കുന്ന വിചാരം അല്ലേ? സ്തോത്രം. ഇവർ കേട്ടിട്ട് ഇത് അവരുടെ മനസ്സിനകത്ത് ഇഷ്ടപ്പെട്ട് നിരിക്കട്ടെ, അങ്ങനെ ഞാൻ വിചാരിക്കുക. ഈ പിള്ളേർ ഇന്ന് യോഗം കഴിഞ്ഞ് ഇന്നോ നാളെയോ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുകയാണ്, മമ്മി, കഴിഞ്ഞ ദിവസം പ്രസംഗിക്കാൻ വന്ന ആള് ദൈവത്തിൻ്റെ കൈക്കീഴെ താണിരുന്നാൽ ഉയർച്ച കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ പോയിരിക്കാം, എവിടാണ് ദൈവത്തിൻ്റെ കൈക്കീഴെന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ കാണിച്ചു കൊടുക്കും? അപ്പോൾ അവർ ചോദിച്ചാൽ പെട്ടു. ഈ പിള്ളേർ ചോദിക്കാത്തത് കൊണ്ടാണ് നമ്മളീ പലരും പിടിച്ചു നിൽക്കുന്നത്. അവർ ചോദിക്കുക, കൈക്കീഴൊന്ന് കാണിച്ചതാ, ഞാനവിടെ പോയിരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ കാണിച്ചു കൊടുക്കും? അപ്പം നമ്മളതിൻ്റെ മറുപടി കണ്ടെത്തണം. പത്രോസിനോട് ചോദിക്കുക, എവിടെയാണോ കൈക്കീഴെന്ന് ചോദിച്ചാൽ നമുക്ക് ഭൂമിയിൽ എവിടെയും കൈക്കീഴ് കാണിച്ചു കൊടുക്കാൻ പറ്റൂ? അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്നത് വേദപുസ്തകത്തിൽ ഒത്തിരി പ്രാവശ്യമുള്ളതാണ്. അതിൻ്റെ വിഷയം ബൈബിൾ എഴുതിയിരിക്കുന്നത്, പല വാക്യങ്ങളും എഴുതിയിരിക്കുന്നത് ആലങ്കാരിക പ്രയോഗത്തിലാണ്. 5 വകുപ്പിലാണ് ബൈബിളിൻ്റെ മൊത്തം വാക്യങ്ങൾ കിടക്കുക. 66 പുസ്തകത്തിലെ 31,173 വാക്യങ്ങൾ മലയാളത്തിലുണ്ടെന്ന് പറയുന്നു. ഇതിനെ വ്യാഖ്യാതാക്കൾ 5 വകുപ്പിൽ തിരിച്ചിരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ, വേണമെങ്കിൽ ബൈബിൾ പഠിക്കുന്നവരും വ്യാഖ്യാനിക്കുന്നവരും പ്രസംഗിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ച് കേട്ടോ. സ്തോത്രം. 5 വകുപ്പിലാണ്. ഒന്നാമത്തത് അക്ഷരീക അർത്ഥമാണ്. ബൈബിളിൽ ലിറ്ററൽ മീനിങ് എന്ന അക്ഷരീക അർത്ഥം. കുറേ വാക്യങ്ങൾ അക്ഷരീക അർത്ഥത്തിലാണ്. രണ്ടാമത്തത് ഹിസ്റ്റോറിക്കൽ മീനിങ്, ചരിത്രപരമായിട്ടാണ് കുറേ വാക്യങ്ങൾ. മൂന്നാമത്തത് പ്രോഫറ്റിക്കൽ, പ്രവചനാത്മകമാണ് കുറേ വാക്യങ്ങൾ. നാലാമത്തത് സ്പിരിച്വൽ, ആത്മീക ഭാഷയാണ് കുറേ വാക്യങ്ങൾ. അഞ്ചാമത്തത് സിംബോളിക്, ആലങ്കാരികമാണ് കുറേ വാക്യങ്ങൾ. അപ്പം ഈ 5 വകുപ്പിലാണ് ബൈബിളിലെ വാക്യങ്ങൾ ചതറിക്കിടക്കുന്നത്. എല്ലാ വാക്യവും ഹിസ്റ്റോറിക്കൽ അല്ല, എല്ലാ വാക്യവും ലിറ്ററൽ മീനിങ്ങിൽ എടുക്കാനും പറ്റിയല്ല. സ്തോത്രം. എല്ലാ വാക്യവും പ്രോഫറ്റിക്കൽ അല്ല, എല്ലാ വാക്യവും സ്പിരിച്വലും അല്ല. ഇതങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ആദ്യം നമ്മളൊരു വാക്യം വായിക്കുമ്പോൾ ഇതേതർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. അക്ഷരീക അർത്ഥത്തിലാണെങ്കിൽ പിന്നെ വ്യാഖ്യാനം വേണ്ട, അക്ഷരീക അർത്ഥത്തിൽ തന്നെ അങ്ങ് എടുത്താൽ മതി. അപ്പൊ ബൈബിളിലെ കുറേ വാക്യങ്ങൾ ആലങ്കാരികമാണ്, ആലങ്കാരിക ഭാഷയിലാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്നത് ഒരാലങ്കാരിക പ്രയോഗമാണ്. ദൈവത്തിന് നമ്മളെപ്പോലെ മൂക്കും 6 അടി പൊക്കവും കയ്യും അതല്ല. അതൊരു നമുക്ക് മനസ്സിലാകണം, സാധാരണക്കാരന് മനസ്സിലാകണം, അതിനു വേണ്ടി എഴുതിയതാണ്. അപ്പോൾ ആലങ്കാരികമാണെങ്കിൽ കൈക്കീഴെന്ന് പറഞ്ഞ ചുമ്മാ തമാശ പറഞ്ഞല്ലേ എന്ന് വിചാരിക്കരുത്, ഇതോടെ കേൾക്കണം. അങ്ങനെ പത്രോസ് പറയാൻ കാരണം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. ഒരു മനുഷ്യൻ, ആരോഗ്യമുള്ള 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ കൈ നീട്ടിയാൽ എവിടെ വരെ എത്തും? എയർപോർട്ട് വരെ എത്തുമോ? ഇവിടെ നിന്ന് കൈ നീട്ടിയ നിങ്ങളുടെ വീട് വരെ എത്തുമോ? ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സ്റ്റൗ ഓഫ് ചെയ്യാമോ? റിമോട്ടിൻ്റെ കാര്യമല്ല, കൈ കൊണ്ട് പറ്റുമോ? ഇല്ല. പത്രോസ് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ദൈവം കൈ നീട്ടിയാൽ അത്രയും ദൂരത്ത് നീ കാണണം. അതിനപ്പുറത്തേക്ക് പോയിട്ട് ഉയർത്താൻ പറഞ്ഞാൽ നടക്കുകയല്ല. ദൈവം ഒന്ന് കറങ്ങിയാൽ ഈ വട്ടത്തിനകത്ത് നീ ഉണ്ടായിരിക്കണം, അതിനപ്പുറത്തേക്ക് പോകരുത്, അതിൽ ദൂരെ പോകരുത്. നിങ്ങൾ വീട്ടുകാർ നിങ്ങൾക്ക് ഇനി ഒന്നും തരാനില്ല, ജീവിതം നിങ്ങൾക്ക് കയ്പായി, കടം കയറി നിങ്ങൾ ആകെപ്പാട് ദാരിദ്ര്യത്തിന്റെ കഷ്ടത്തിലാണ്, പല തൊഴിൽ ചെയ്ത് പരാജയപ്പെട്ടു. ഇനി ആകെ ഇത്രയും നേരം എൻ്റെ പ്രസംഗം തീരാൻ പോവുക, ഇത്രയും നേരം കേട്ടത് കൊണ്ട് ഉയർത്തുന്നൊരു ദൈവം ഉണ്ടെന്ന് കേട്ടു. ഇത് ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് ലാസ്റ്റ് നിങ്ങൾ ഇതും പഴി പോയെന്ന് പറയരുത്.
പറയാതിരിക്കാൻ വേണ്ടി പറയുക. സത്യമാണ്, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. അത് കൃപ കൊണ്ടാണ് ഉയർത്തുന്നത്. മൂന്നാമത്തെ കാര്യം, അത് നടക്കണമെങ്കിൽ നീ ആ കൈയുടെ ചുറ്റുവട്ടത്ത് കാണണം. ഹല്ലേലൂയ. ഇവിടെ ഉപവാസം നടക്കുന്ന സമയത്ത് ഒരു കുറിപ്പ് എഴുതി തരികയും തിരിച്ചു പോയിട്ട് നിങ്ങൾ അങ്ങ് സ്തോത്രം ദൈവത്തിൻ്റെ അയൽവക്കത്ത് പോലും വരാതെ ദൂരെ മാറി നിൽക്കുകയാണെങ്കിൽ ഈ പ്രസംഗം നിങ്ങൾക്ക് ഫലിക്കുകയില്ല. പത്രോസ് പറയുന്നു, ഞങ്ങളൊക്കെ ആ കൈവെട്ടത്തുനിന്ന് പോയിട്ടില്ല. സ്തോത്രം. ഞങ്ങൾ ഉയർത്തപ്പെട്ടത് കർത്താവ് വിളിച്ചതിന് ശേഷം ഞങ്ങൾ അകലം വിട്ട് പിൻപറ്റിയിട്ടില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നതിൻ്റെ കയ്പും കണ്ണീരൊക്കെ അദ്ദേഹം കുടിച്ചു. പിന്നീട് ആത്മീകത്തിൽ തീരുമാനിച്ചു, ഞങ്ങൾ അകന്നു പോകില്ല, ഞങ്ങൾ ദൂരെ പോകില്ല, ഞങ്ങൾ നിന്നോട് പറ്റിച്ചേർന്നിരിക്കും, നിന്റെ ഹൃദയത്തിൽ വസിക്കും, നിന്നോട് കൂടെ നടക്കും, നിന്റെ കൈക്കീഴ നിൽക്കും. അങ്ങനെ കൈക്കീഴ നിന്നവരാണ് ദൈവം ഉയർത്തുന്നത്. ഹല്ലേലൂയ. കൈക്കീഴ നിന്നവരെയാണ് ദൈവം തമ്പുരാൻ ഉയർത്തുന്നത്. ഒരു 10 മിനിറ്റോടെ മറ്റേ കാര്യം കൂടി പറഞ്ഞു നിർക്കാൻ വേണ്ടി കേട്ടോ. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു വന്ന് വഴിക്കാൻ പറയാം. ഈ ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രിയങ്കരമായൊരു പ്രസംഗ വിഷയമാണ്. ദൂരം വാക്യം എന്നറിയാമോ? ദൈവത്തിന് ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈ വന്നു എന്ന് മാത്രം വേണമെങ്കിൽ ഒരു സഭായത്തിന് പ്രസംഗിക്കാം. ഒറ്റ സഭായത്തിനകത്ത് ആ കൈ വന്നതോടുകൂടി പുള്ളിക്കുണ്ടായ മാറ്റം. ദൈവത്തിൻ്റെ കൈ താങ്ങുന്നതാണ്, ദൈവത്തിൻ്റെ കൈ നിൻ്റെ മീതെ. എന്തോരം വാക്യം എന്നറിയാമോ? ഇയ്യോബ് ഒരിക്കൽ പറയുന്നുണ്ട്, വാ ഞാൻ ദൈവത്തിൻ്റെ കൈയെക്കുറിച്ച് നിങ്ങളെ ഉപദേശിക്കാം. അപ്പോൾ ഉപദേശിക്കാന്ന് പറഞ്ഞാൽ കൈയെക്കുറിച്ച് അയാൾക്ക് ടീച്ചിങ് എന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ. അത്രയ്ക്ക് അനുഭവം ആ പുള്ളിക്കുണ്ട് ദൈവത്തിൻ്റെ കൈ എന്താണെന്നുള്ളതിനെക്കുറിച്ച്. ഈ വിഷയം ഞാൻ പഠിക്കുന്ന സമയത്താണ് 115 സങ്കീർത്തനത്തിനകത്ത് ജാതികളുടെ ദൈവത്തെക്കുറിച്ചും നമ്മുടെ ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടത്. ജാതികളുടെ ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് 115:7 ഇങ്ങനെയാണ് വായിക്കുന്നത്. 115 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർക്ക് കൈ ഉണ്ടെങ്കിലും സ്തോത്രം സ്പർശിക്കുന്നില്ല. അപ്പോൾ ജാതികളുടെ ദൈവത്തിൻ്റെ പ്രത്യേകത കൈയുണ്ട്, പക്ഷെ ആരെയും ആ ദൈവങ്ങൾ എന്ത് ചെയ്യല, തൊടിയല്ല. ആരും കേൾക്കണ്ട, നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ പറയാം സ്തോത്രം. ഞാനിങ്ങനെ അത് വായിച്ച് ചോദിക്കാറുണ്ട്, 1000 കൈ ഉണ്ടെങ്കിലും ആരെയും സ്പർശിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ കൈ? സ്തോത്രം. ഈ കൈ കൊണ്ട് ചോറ് വാരി ഉണ്ണാൻ വേണ്ടി മാത്രമാണോ ദൈവം കൈ തന്നേ? അല്ലല്ലോ. ചിലരെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ, ചിലരെ സ്വാന്തനിപ്പിക്കാൻ, ചിലരെ ഒരു അമ്മയുടെ മനസ്സോടെ തടവിടാൻ, ഒരപ്പനെ പോലെ കൈപിടിക്കാൻ എന്തോരം പണിയായി ഈ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അറിയോ? ഇതൊന്നും ചെയ്യാത്ത സ്തോത്രം ആ സങ്കീർത്തനത്തിൽ പറയുന്ന ജാതീയ ശക്തികളെയും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. എനിക്കത് വായിച്ചപ്പോൾ ദൈവം എന്നെ ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷനിൽ ആ വാക്യം വായിക്കാൻ പ്രേരിപ്പിച്ചു. ആ വാക്യം വായിച്ചപ്പോൾ കിങ് ജെയിംസിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ആ വാക്യം ഇങ്ങനെയാണ്, ദേ ഹാവ് ഹാൻഡ്സ്, അവർക്ക് കൈകളുണ്ട്, ബട്ട് ദേ ഹാൻഡിൽ നോട്ട് എന്ന് പറയാൻ മലയാളത്തിൽ പറയാം. ആ വാക്യം ഇങ്ങനെയാണ്, മലയാളത്തിൽ വന്നത് അവ കൈകൊണ്ട് സ്പർശിക്കുന്നില്ലെന്നാണ്. പക്ഷെ ഇംഗ്ലീഷിൽ കിടക്കുന്ന വാക്യതാണ്, ദേ ഹാവ് ഹാൻഡ്സ്, അവർക്ക് കൈകളുണ്ട്, പക്ഷെ ദേ ഹാൻഡിൽ നോട്ട്. ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക അല്ലേ? അപ്പോൾ ആ വാക്ക് കേട്ടോ, അവരുടെ ദൈവങ്ങൾക്ക് കൈകളുണ്ട്, പക്ഷെ ഒരു കാര്യവും കൈകാര്യം ചെയ്യുന്നില്ല. മറിച്ച് നമ്മുടെ ദൈവം എത്രയോ വിഷയങ്ങളാ കൈകാര്യം ചെയ്യുന്നതെന്നറിയാം. എൻ്റെ വിഷയം കൈകാര്യം ചെയ്യാൻ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റും? നിന്റെ വീട്ടിലൊരു വിഷയമുണ്ടായാൽ, നിന്റെ ശരീരത്തിനൊരു പ്രശ്നമുണ്ടായാൽ, നിന്റെ കുഞ്ഞിനെ വിവാഹം ചെയ്ത് അയച്ചെടുത്തൊരു പ്രശ്നമുണ്ടായാൽ, ഈ കൈക്കീഴെ നിൽക്കുന്ന കുടുംബമാണെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രവചിക്കാം, നിന്റെ വിഷയം കൈകാര്യം ചെയ്യുന്നത് കോടതിയല്ല, സഭാ കമ്മിറ്റിയല്ല, നിന്റെ വിഷയം കൈകാര്യം ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഈ ഉപവാസത്തിൽ ഞാൻ കൊച്ചു വാക്യമാണ് വായിച്ചു വന്നത്, പക്ഷെ എൻ്റെ വിശദീകരണം നിങ്ങളുടെ സഭയ്ക്ക് അനുഗ്രഹമായിരിക്കട്ടെ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയം ദേശത്തുണ്ടെങ്കിൽ നിന്റെ ദൈവം കൈകാര്യം ചെയ്യും. ദൈവത്തിന് സഭയെ നിലനിർത്തണം,
ദൈവത്തിൻ്റെ പ്ലാനുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ സഭയെ ദൈവം ഇവിടെ നട്ടപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇവിടെ എത്ര ആത്മാക്കൾ വരും, എത്ര കുടുംബങ്ങൾ ഈ സഭ നിമിത്തം രക്ഷയിൽ വരും, എത്ര കുടുംബങ്ങൾ ഇവിടെ ഉണർവിലേക്ക് വരും, എത്ര പേർ ഈ സഭ നിമിത്തം ഇതൊക്കെ ദൈവത്തിന്റെ കൃത്യം ലിസ്റ്റുണ്ട്. അതിൻ്റെ സമയമാകുമ്പോൾ ശത്രു അതിന് സമ്മതിക്കാതെ ആരെയൊക്കെ കയറി അളക്കിയാലും ഇവിടെ കൈകാര്യം ചെയ്യാൻ ഒരു ദൈവമുള്ളിടത്തോളം കാലം ഈ സഭയ്ക്കകത്ത് ദൈവമക്കള് ഉറച്ചു വിശ്വസിച്ചു. നിന്റെ സഭയ്ക്കകത്ത് നിന്റെ സഭയ്ക്കകത്ത് കുറെ മൂപ്പന്മാരും 2 ഉപദേശിമാരും മാത്രമല്ല ഉള്ളത്, 4 പാട്ടുകാരുമല്ല ഉള്ളത്. പിന്നെ ആരാണ്? നിന്റെ സഭയ്ക്കകത്ത് കൈകാര്യം ചെയ്യുന്നൊരു ദൈവമുണ്ട്. ആ തിരിച്ചറിവ് ഇതിനകത്തിരിക്കുന്ന എത്ര ദൈവമക്കൾക്കുണ്ട്? എനിക്കൊരു വിഷയമുണ്ടായാൽ അത് ഹാൻഡിൽ ചെയ്യാൻ എത്ര പേര് വിശ്വസിച്ചുകൊണ്ട് കരമടിക്കും? എൻ്റെ വിഷയം ഈ പ്രാർത്ഥനയിൽ ദൈവം കൈകാര്യം ചെയ്യും. ഈ സത്യം നിങ്ങൾ അറിയുകയാ. നിങ്ങൾ ഒരു വഴിക്കും തിരിയരുത്. നിങ്ങളോട് കോടതി പോകാൻ ആൾക്കാർ പറയും, പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറയും, ഒന്നിനും പോകരുത്. കൈകാര്യം ചെയ്യുന്നൊരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ. എൻ്റെ ദൈവം പറയുന്നു, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. നിന്റെ വേദന അറിയുന്ന, നിന്നെ അറിയുന്ന ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. ഞാൻ കൈകാര്യം ചെയ്താൽ തീരാത്ത വിഷയമില്ല. ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ ഒരു പരമ്പര വേണമെങ്കിൽ സ്തോത്രം നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിടാം. ദൈവം സമയമായപ്പോൾ ഇസ്രായേൽ മക്കളെ ആരാധിക്കാൻ വിട്ടയക്കാൻ പറഞ്ഞു. എന്ത് ചെയ്താ വിട്ടയക്കുകയല്ല. ലാസ്റ്റ് ദൈവത്തിന് കൈകാര്യം ചെയ്യേണ്ട വന്നു. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ പറയണ്ട. കൂടുതൽ കളിച്ചാൽ ദൈവം കൈകാര്യം ചെയ്യും. അത്രയും പറഞ്ഞ് നമുക്കങ്ങ് വിട്ടാൽ മതി. അതിൻ്റെ പുറകെ ഒന്നും പറയാൻ നടക്കണ്ട. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. സ്വർഗം ചിലത് ചെയ്യാൻ പോകുകയാണ്. ഇത് കഴിഞ്ഞ കാല കണ്ണുനീരിൻ്റെ ഡിപ്പോസിറ്റുകൾ സ്വർഗം മെച്ചൂറായത് പൊട്ടിക്കാൻ പോകുന്ന സമയമാണ്. അത് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ വഴിമാറി തന്നില്ലെങ്കിൽ ഞങ്ങളുടെ ദൈവത്തിന് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. പിന്നെ കരയരുത്. സ്വർഗം ചില കാര്യം കൈകാര്യം ചെയ്യുമെന്ന് ദേശത്തോട് ദൂത് പറയാം. ഹല്ലേലൂയ. ഉദരബാല ശംദല ജരദല. കൃപ 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 കൃപ. ആ ദൂത് നിങ്ങളങ്ങ് ഏറ്റെടുത്തേ. ദൈവം കൈകാര്യം ചെയ്തോളും. ദൈവത്തിന് ജ്ഞാനമുണ്ട്. ദൈവത്തിന് ഇഷ്ടം പോലെ ചെയ്തോളും. നമ്മൾ ആരും ദൈവത്തിന് പറഞ്ഞു കൊടുക്കണ്ട. ദൈവം ചിലത് കൈകാര്യം ചെയ്തിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹിസ്കിയാവ് ഇസ്രായേലിനെ ഭരിച്ചിരുന്ന കാലത്താണ് അശ്ശൂർ രാജാവ് സ്തോത്രം വലിയ കൊമ്പും കുലുക്കി കൊണ്ട് വരിക, ഒരു എഴുത്ത് കൊടുത്ത് വിടുക. ചുമ്മാ ഇരുന്നതായി, ഒരു പ്രശ്നവും ഇല്ല. റാബ്ഷേക്ക് എന്ന് പറയുന്ന സൈന്യാധിപൻ, ഞങ്ങളുടെ നാട്ടിൽ ചക്കിക്കൊത്ത ചങ്കരെന്ന് പറയും, അങ്ങനെ ചില ആൾക്കാരുണ്ട്. എന്നതുപോലെ ആ രാജാവിന് പറ്റിയ സൈന്യാധിപൻ അവനൊരു കുറിപ്പ് കൊടുത്തയച്ചു. യഹോവ രക്ഷിക്കും രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ നിങ്ങളുടെ നേതാവ് പറ്റിക്കുക. യഹോവയൊന്നും രക്ഷിക്കുകയല്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒട്ടും രക്ഷിക്കുകയില്ല എന്നാണ് കുറിപ്പിനകത്ത്. ഇവൻ കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഈ രാജാവ് ചെന്ന് കാല് പിടിച്ചിട്ട് പറഞ്ഞു, ജനങ്ങളെ പേടിപ്പിക്കാതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറ. അപ്പം അഹങ്കാരത്തോടെ വന്ന് പറഞ്ഞു, വേണ്ട വേണ്ട ജനം കേൾക്കാം, മതിലിൻ്റെ മുകളിൽ കയറി നിന്ന് കത്ത് വായിക്കുക. ജനങ്ങൾ പാവങ്ങളെ പേടിച്ചു പോവും. അവർ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളുടെ രാജാവിൻ്റെ കയ്യിൽ നിന്നും ഇന്ന രാജാക്കന്മാർ വന്നിട്ട് പോലും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ നേതാവ് ഹിസ്കിയാവ് പറയുന്ന കേട്ടിരിക്കരുത്. ജീവനെ പേടിയുണ്ടെങ്കിൽ കൊതിയുണ്ടെങ്കിൽ ഞങ്ങളുടെ രാജാവിൻ്റെ കൂടെ അപ്പം ജനം കൺഫ്യൂഷനാവുക. പറഞ്ഞു, ആ ആരാമ്യ ഭാഷയിൽ ഈ കത്ത് ഇവിടെ വായിക്കരുത്, ജനം കലങ്ങിപ്പോവും. അഹങ്കാരത്തോടെ സമ്മതിച്ചില്ല. ഈ കത്ത് കൈപ്പറ്റിയിട്ട് ഹിസ്കിയ രാജാവ് ദൈവാലയത്തിനകത്ത് ഓടിച്ചെന്ന് കത്ത് പൊട്ടിച്ച് സ്വർഗത്തിലേക്ക് കത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല.
ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. എനിക്ക് എതിർക്കാൻ ത്രാണിയില്ല. തത്വത്തിൽ അശൂരിനോട് എതിർക്കാൻ ആ കാലഘട്ടത്തിൽ ഇസ്രായേലിന് കരുത്തില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ആരോ പറഞ്ഞു, യെശയ്യാവിനോട് പറഞ്ഞു, രാജാവ് കണ്ണീരില്ല, ദൈവാലയത്തിലേക്ക് ഓടിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല, വലിയ വിഷയം വന്നിരിക്കുക. സ്തോത്രം. യെശയ്യാവ് വന്നു പറഞ്ഞ് ആളോട് പറഞ്ഞയച്ചു, രാജാവിനോട് ദൈവാലയത്തിൽ കിടന്ന് കരയണ്ടെന്ന് പറ. ആ കത്ത് മടക്കി കയ്യിൽ വെച്ചിട്ട് പള്ളിയറയിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറ. ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും. അന്ന് രാത്രി ദൈവം ആ വിഷയം കൈകാര്യം ചെയ്തു. എങ്ങനെയാണെന്നറിയാമോ? ഒരു ദൂതനെ അശൂർ പാളയത്തിലേക്ക് വിട്ടു. 1,85,000 അശൂർ പട്ടാളക്കാര് ഈയല് വിറച്ചു വീഴുന്നത് പോലെ തെരുവിൽ വിറച്ചു വീണു. എന്റെ ശരീരത്തിനകത്ത് ദൈവാത്മാവിന്റെ വ്യാപാരം. സഭ ഇത് വിശ്വസിക്കണം. നമ്മുടെ ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. അതുകൊണ്ട് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ദുഷ്ടശക്തികളോട് പറയുന്നു, ദൈവം എഴുന്നേറ്റിരിക്കുക. സ്വത്രം വഴിമാറിക്കോ, അതാ നല്ലത്. ഇല്ലെങ്കിൽ ദൈവം കൈകാര്യം ചെയ്താൽ ബാക്കി ഉണ്ടാകില്ല, കുടുംബം പോലും. സ്വത്രം സ്വത്രം. യേശുവേ യേശുവേ യേശുവേ. വിശ്വസിച്ചേ. ചില വിഷയങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൈകാര്യം ചെയ്യാനില്ലേ? ആർക്കും മെരുങ്ങാത്തവർ, ആർക്കും ഒതുങ്ങാത്തവർ, ആര് പറഞ്ഞാലും കേൾക്കാത്തവർ, ചില ആളുകൾ സ്ക്രൂ കയറ്റി വിടുന്നവർ, പിരികേറ്റി വിടുന്നവർ. എന്റെ ദൈവം കൈകാര്യം ചെയ്തേ മതിയാകൂ. എന്റെ ദൈവം കൈകാര്യം ചെയ്തേ മതിയാകൂ. ഈ പ്രാർത്ഥന, ചില വിഷയം ദൈവത്തിന് കൈകാര്യം ചെയ്യാനുണ്ട്. അതിനാണ് എമർജൻസി ഈ ദിവസങ്ങളിൽ ഉപവാസത്തിൽ ഇരിക്കാൻ പറഞ്ഞത്. ആത്മാക്കളെ തടഞ്ഞു വെച്ചിരിക്കുന്ന, കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന, വിശുദ്ധന്മാർക്ക് വിരോധമായി കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന, സഭയുടെ വളർച്ചയെ ബാധിക്കത്തക്ക രീതിയിൽ കിംവദന്തികൾ പറയുന്ന ചിലരോട് സ്വർഗം വിളിച്ചു പറയുന്നു, ഞാൻ ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. അത് അനർത്ഥമായി മാറരുത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സഭ ആനന്ദിച്ച് ആഘോഷിക്കുക. അന്യഭാഷയിൽ ആത്മാവിൽ സഭയൊന്ന് ഒന്നിച്ചു നിന്ന് ആരാധിച്ച് എന്റെ ദൈവം ചിലരുടെ വിഷയങ്ങൾ, സഭ കരഞ്ഞ വിഷയം, സഭ ഭാരപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നിന്റെ കുഞ്ഞിന്റെ വിഷയം എന്റെ ദൈവം കൈകാര്യം ചെയ്യും. നിന്റെ പ്രമോഷന്റെ വിഷയം കൈകാര്യം ചെയ്യും. നിന്റെ ഫയല് മുക്കിയത് ദൈവം കണ്ടു. നിന്നെ കെട്ടിക്കളഞ്ഞ ദൈവം കണ്ടു. എന്റെ ദൈവം കൈകാര്യം ചെയ്യാൻ എഴുന്നേൽക്കുകയാ. എന്റെ ദൈവം കൈകാര്യം ചെയ്യാൻ എഴുന്നേൽക്കുകയാ. മഹത്വം. ഇത്ര നല്ല ദൈവത്തെ, ഇങ്ങനെ ഉയർത്തുന്ന ദൈവത്തെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് അടുത്തറിയാൻ പറ്റുന്നുണ്ട്? ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്തെങ്കിലേ നീ ഉയരത്തുള്ളൂ. നിന്നെ ഉയർത്തണമെങ്കിൽ ചിലരെ കൈകാര്യം ചെയ്യണം ദൈവത്തിന്.
ആദ്യ ഈ പ്രാർത്ഥന നടക്കും ദൈവമക്കളെ. എന്റെ ദൈവം ഫോഷ്ക്ക് പറയില്ല. ഈ വ്യാഖ്യാനങ്ങളൊന്നും കുത്തിക്കുറിച്ച് വെച്ചതല്ല. എനിക്ക് ഉറപ്പുണ്ട് വചനം തെളിഞ്ഞു വരും. ജനം കരഞ്ഞാൽ, ജനം ദൈവത്തിന്റെ കഴികൾ പ്രതീക്ഷിച്ചാൽ ഇവരുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്വർഗം പറയുന്നു, ദൈവം പറയുന്നു, ഞാൻ നിന്നെ കഴുകി വെടിപ്പാക്കും. നിനക്കെതിരെ നിൽക്കുന്ന പ്രതിയോഗിയെ ഞാൻ കൈകാര്യം ചെയ്യും. എന്റെ കരം കുറുതായി പോയിട്ടില്ല, എന്റെ കൈ കുറുതായി പോയിട്ടില്ല. ലാസ്റ്റ് വാക്ക് ഇതോടെ പറഞ്ഞ് നിർത്താം. സ്തോത്രം, ഇതോടെ പറഞ്ഞ് നിർത്താം. അല്ലെങ്കിൽ അത് ബാക്കി ഇട്ട് കഴിഞ്ഞാൽ സ്തോത്രം നിങ്ങൾക്ക് നഷ്ടമാകും. നാലാമത്തെ കാര്യം ഇതാണ്, ഉയർത്താൻ ഒരു സമയമുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് തക്ക സമയത്ത് നിങ്ങളെ, തക്ക സമയം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കുറേ കാലം പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മൾ പറയും ഇനി തക്ക സമയത്ത് നടന്നോളും എന്ന് പറയുന്നത് ഒരു ഉഴപ്പൻ മൈൻഡിൽ പറയുന്നതല്ല. ദൈവത്തിൻ്റെ തക്ക സമയം അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. 5 മിനിറ്റോടെ എടുത്താലും നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. വേദപുസ്തകം ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ക്ലോക്കിന് 2 വശമുണ്ട്. 2 വശം. നമ്മുടെ ക്ലോക്ക് ഈ ഭിത്തിയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് ഒരു മുഖമുള്ളൂ. ദൈവത്തിൻ്റെ ക്ലോക്ക് നമ്മുടെ ഡ്രമ്മ് പോലെ ഇരിക്കും. ഇപ്പോഴത്തെ അങ്ങനത്തെ ക്ലോക്ക് കിട്ടും. ഭിത്തിയിൽ നിന്ന് ഇങ്ങോട്ട് നീണ്ടു നിൽക്കുക, ഡ്രമ്മ് പോലെ. അതിൻ്റെ ഈ സൈഡിലും സൂചിയും സ്വതന്ത്രം ടൈമും ഉണ്ട്, അപ്പുറ സൈഡിലും ഉണ്ട്. നമ്മുടെ ക്ലോക്കിന് 2 സൈഡിൽ ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ മണി 1:15 ആയെങ്കിൽ 2 സൈഡ് 1:15 ആയിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ ക്ലോക്കിൻ്റെ ഈ സൈഡിൽ കറങ്ങുന്ന സൂചി, ആ സമയത്തിന് ബൈബിൾ വിളിക്കുന്നത് കൈറോസ് എന്നാണ്. കൈറോസ് എന്ന വാക്കിന് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നാൽ ദ ലെങ്ത് ഓഫ് ടൈം, സമയത്തിൻ്റെ ദൈർഘ്യം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കാലഘട്ടം. കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഉദാഹരണം പറയാം. ശ്രീമാൻ കെ കരുണാകരൻ കേരളം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എന്നാണ്? ഒരു കാലം കിട്ടി, പക്ഷെ ഒരു ഡേറ്റ് കിട്ടിയോ? അദ്ദേഹം ഭരിച്ച കാലത്ത് എത്രയോ ജനുവരി മാസം വന്നു കാണും, എത്രയോ തിങ്കളാഴ്ചകൾ വന്നു കാണും. ആ കാലമെന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ടൈമാണ്, ഒരു കാലഘട്ടം. ഈ ക്ലോക്കിൻ്റെ അപ്പുറ സൈഡിൽ ഡയലുണ്ട്, അവിടെ സൂചിയുണ്ട്. അതിനെ വിളിക്കുന്നത് ക്രോണോസ് എന്നാണ്. ക്രോണോസ് എന്ന വാക്കിന് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നാൽ ദ പോയിന്റ് ഓഫ് ടൈം, സമയത്തിൻ്റെ പോയിന്റ്. ഇനി പറയുന്ന കേട്ടോളണം കേട്ടോ. ഈ പത്രോസ് പറഞ്ഞ എന്താണെന്നറിയാം? നിങ്ങൾ തക്ക സമയത്ത് ഓർത്തേണ്ടതാണ് ദൈവത്തിൻ്റെ ബലമുള്ള കൈകഴി താണരിപ്പിന്ന് മലയാളത്തിൽ വന്ന് അങ്ങനെ അടച്ചു നമ്മൾ. പക്ഷേ ആ വാക്യത്തിൻ്റെ ഒറിജിനൽ ഭാഷാന്തരം ഇതാണ്. പത്രോസ് പറയുകയാണ്, ദൈവമക്കളെ, നിങ്ങൾക്ക് ഇച്ചിരി സമയം കിട്ടിയാൽ നിങ്ങൾ ഓടി വന്ന കൈക്കീഴെ താണിരുന്നോളണം. അങ്ങനെ താണിരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന പല വാഗ്ദത്തങ്ങളും ഈ കൈറോസിലാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിനകത്താണ് കിടക്കുന്നത്. എന്ന് നടക്കും എന്ന് പറഞ്ഞിട്ടില്ല, അല്ലേ? നമ്മളോട് പറയുകയാണ്, എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, പാസ്റ്ററോട് എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിന്നെ മഞ്ഞ് ഉറഞ്ഞു കിടക്കുന്ന രാജ്യത്ത് കൊണ്ടുപോയി മാനിക്കുമെന്ന്. എന്ന് കണ്ടാലും പറയും, പക്ഷെ എന്നാന്ന് പറയുകയല്ല. നമ്മുടെ പാസ്പോർട്ടും കൊണ്ട് നടക്കുക, പക്ഷെ എന്നാന്ന് പറഞ്ഞിട്ടില്ല. സ്തോത്രം. മക്കളില്ലാത്തവരോട് പറയും, നിനക്ക് മക്കളെ തരും. എന്ന് രോഗത്തിന് വന്നിരുന്നാലും വഴിയെ കൂടെ പോകുന്ന പ്രവാചകൻ വീട്ടിൽ കയറി പറയും, സ്തോത്രം, ഇരട്ട പിള്ളേരെ തരുമെന്ന്. പക്ഷെ എന്ന് തരുമെന്ന് പറയുകയല്ല. എന്ന് തരുമെന്ന് പറയുന്നതാണ് ദ പോയിന്റ് ഓഫ് ടൈം. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? അല്പം സമയം കിട്ടിയാൽ ഈ കൈക്കീഴെ പോയി താണിരിക്കണം. ആ കൈക്കീഴെ താണിരിക്കുമ്പോൾ ഒരവസരം കിട്ടിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവത്തെ ശുശ്രൂഷിക്കാൻ, ഒരുത്തനോട് സുവിശേഷം പറയാൻ, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ, അല്പനേരം പ്രാർത്ഥിക്കാൻ, 2 ദിവസം ഉപവസിക്കാൻ ഒരവസരം കിട്ടിയാൽ ഈ കൈക്കീഴെ അത് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ കൈറോസിനെ ദൈവം ക്രോണോസാക്കി മാറ്റും. ഒറ്റ തെളിവ് വരാം. എൻ്റെ ഒരു 5-8 തെളിവുണ്ട്, 8 പറയുകയല്ല, ഒരു തെളിവ് പറയാം. ഉൽപ്പത്തി 18 അബ്രഹാം മമ്മറയുടെ തോപ്പിൽ പാർക്കുന്നു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മമ്മറയുടെ തോപ്പിൽ പാർത്തിരിക്കുമ്പോൾ യഹോവ അവന് പ്രത്യക്ഷനായത് എന്തെന്നാൽ,
എന്ന് പറഞ്ഞോളൂ. അപ്പം അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ 3 പുരുഷന്മാർ കയറി വരുന്നു. അങ്ങനെയാണ് ദൈവം പ്രത്യക്ഷനായത്. 3 പുരുഷന്മാർ വന്ന വഴി അബ്രഹാം ഓടിച്ചെന്ന് കാൽക്കൽ വീണു, നമസ്കരിച്ചു. സ്തോത്രം. ചില വെള്ളം കൊണ്ടുവന്ന് കാല് കഴുകാം, 1 മുറി അപ്പം കൊണ്ടുവരാം, കാര്യം നിങ്ങൾക്കറിയാം. അങ്ങനെ സ്തോത്രം ഒരു കാളയൊക്കെ ഇറച്ചിയൊക്കെ വേവിച്ച ദൈവം അവിടെ മരത്തിൻ്റെ ചോട്ടിലിരിക്കുക. അബ്രഹാമിൻ്റെ കൽച്ചട്ടിക്കകത്ത് ഇറച്ചി വേവുന്നതെന്ന് നോക്കിക്കൊണ്ട് അതുവരെ കാത്തവിടെ ഇരിക്കുക. വയറ് നിറച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ചോദിച്ചു, സാറേ എന്തിയേ? കൂടാരത്തിനകത്ത് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് പറയുകയാണ്, അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ നീ ഒരു ആൺസന്തതിയെ ചേർത്തുകൊള്ളും. 24 കൊല്ലമായിട്ട് സന്തതിയെ തരാന്ന് പറയല്ലാതെ എന്ന് തരൂന്ന് പറഞ്ഞില്ല. പക്ഷെ ദൈവം ആ മരച്ചോട്ടിൽ വന്നിരുന്നു. ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഒരു ദിവസം അവർക്ക് ദൈവം കൊടുത്തു. അവരുടെ വീടിനകത്ത് പാകം ചെയ്ത ആഹാരം ദൈവം കഴിച്ചു. അബ്രഹാമിനെയും സാറയും ഒന്നിച്ചു കണ്ടു. അന്ന് ദൈവം അവരുടെ കായിറോസിനെ ക്രോണോസാക്കി മാറ്റി. ഒരു ദിവസം ദൈവം കൊടുത്തു. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ, അധികം ആവേശമൊന്നും ഇല്ലാതെ ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. കഴിഞ്ഞ 10 കൊല്ലമായി 5 കൊല്ലമായി നീ കർത്താവിൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കിയിരിക്കുക. എൻ്റെ കർത്താവ് എന്നെ പറഞ്ഞ് പറ്റിക്കില്ല, അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരും. പക്ഷെ എന്ന് തരുമെന്ന് ഈ സഭയിൽ 10 വട്ടം ഉപവാസത്തിൽ വന്നിരുന്നിട്ടും എന്ന് തരുമെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇന്ന് എന്നോടൊരു ദൂത് പറഞ്ഞു വിട്ടു. ഈ ദൈവമക്കളോട് പറ, അവസരം കിട്ടുമ്പോഴൊക്കെ ഉപവാസം 2 ദിവസത്തോടെ കഴിയും, എങ്കിലും ഇത് മറക്കരുത്. അവസരം കിട്ടുമ്പോഴൊക്കെ ആ കൈക്കീഴെ പോയിരിക്കണം. അപ്പോൾ ഒന്നുറങ്ങിയിട്ട് തിരിഞ്ഞും പറഞ്ഞ് നിങ്ങൾ ഉറക്കം വരാത്ത രാത്രിയാണെങ്കിൽ കട്ടയിരുന്നുകൊണ്ട് പറയണം, ഞാൻ ആ കൈക്കീഴയിലേക്ക് വരിക. ഒന്നും പറയാൻ എൻ്റെ വാക്കില്ല എന്നും പറയുന്നാൽ ഇച്ചിരേറെ എന്നെ ആ കൈയുടെ കീഴെ ഒന്ന് ഇരുത്തിയാൽ മതി. ആ കൈക്കീഴെ അമർന്നിരിക്കുമ്പോൾ, ഞാൻ ആ വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിന്റെ സമയം മാറി വരും. ഒരിക്കലും വിതച്ചിട്ട് കൊയ്യാൻ പറ്റാത്ത, ചിട്ടി കൂടിയിട്ടും പ്രയോജനപ്പെടാത്ത, ജോലിക്ക് പോയിട്ട് ഗുണം വരാത്ത, പഠിച്ചിട്ട് പ്രയോജനപ്പെടാതെ പോയ നിന്റെ വാഗ്ദത്തം കൈറോസിൽ കിടന്ന് കറങ്ങുന്നെങ്കിൽ സഭയുടെ വാഗ്ദത്തങ്ങളെ ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്ന വർഷങ്ങളാണ് ഇനി വരാനിരിക്കുന്ന 1-2 വർഷങ്ങൾ. ഇവിടെ ഒന്നുമില്ലാത്ത കാലത്ത് കണ്ണുനീരോടെ കരയുമ്പോൾ പേരും പ്രസക്തിയുമില്ലാത്ത, നോട്ടീസിൽ പേര് വെക്കാനോ സ്തോത്രം അല്ലെങ്കിൽ ഫോട്ടോ വെക്കാനോ പറ്റാത്ത, പേരും പ്രസക്തിയില്ലാത്ത ദൈവദാസന്മാരെ സ്വർഗം പറഞ്ഞയച്ച് അകത്തെ മുറിക്കകത്ത് ഇരുത്തി പറയിപ്പിച്ച പല ദൂതും ഇന്ന് കായിറോസിൽ കിടന്ന് കറങ്ങുക. സ്തോത്രം. സൂര്യൻ കറങ്ങുന്നത്, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ കർത്താവ് അതിനൊരു പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങൾ ഇനിയും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഉപവസിക്കേണ്ടി വരും. ശത്രുവിനെ പേടിച്ചിട്ടല്ല, പിശാചിനെ പേടിച്ചിട്ടുമല്ല. ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കും. നിന്റെ സമയം അടുത്തു വരികയാണ്. ഭ്രമണപഥത്തിലൂടെ കറങ്ങി സ്തോത്രം കൃത്യമായി നിന്റെ വാഗ്ദത്തം നിറവേറാനുള്ള ക്രോണോസിലേക്ക് നിന്റെ വാഗ്ദത്തം വന്ന് കയറാൻ പോകുകയാണ്. നിന്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കും. നിന്നോട് പറഞ്ഞ വാക്ക് ദൈവം ചെയ്യും. നിന്റെ പാസ്പോർട്ടിൽ വിസ അടിക്കും. നിന്റെ സഭാ ഹോള് കാലിയായി കിടക്കില്ല. ബ്രാഞ്ച് സഭകളുണ്ടാകും. പട്ടണത്തിൽ ദൈവം നിന്നെ കൊണ്ട് ആരാധന നടത്തിപ്പിക്കും. ഇതൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്നതാ, ഒന്നും പോഷ്കല്ല. പിന്നെ എന്താ ദൈവമേ നടക്കാത്തത്? ഒറ്റ മറുപടിയുള്ളൂ, അതല്ല മോനെ, കൈറോസിൽ കിടക്കുക. നീ കൈക്കീഴെ വരുമ്പോൾ ഞാനതിനെ ക്രോണോസിൽ കൊണ്ടുവരാം. ആ 2 വാക്ക് നിങ്ങൾ ഓർത്തിരുന്നോളണം കേട്ടോ. സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടക്കും. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാമോ നിങ്ങൾക്ക്? 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരും, എഴുന്നേറ്റ് നിൽക്കാമെന്ന് പറഞ്ഞത് 1 മിനിറ്റ് പ്രാർത്ഥിക്കാനാ. എഴുന്നേറ്റ് നിർത്തിയത് കൊണ്ട് ആരും ചാടി പുറത്തേക്ക് പോകരുത്. അതൊരു അവലക്ഷണമാണ്. ഇത്രയും കേട്ടത് പ്രയോജനം ഇല്ലാതെയായി പോവും. ഒരു 1-2 മിനിറ്റോടെ പാസ്റ്റ് ബാക്കി പറഞ്ഞോളും. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കണ്ണുകൾ ഒന്നോടെ അടച്ചേ, ദൈവത്തോട് പറഞ്ഞേ, അപ്പാ, ആദ്യം പറഞ്ഞു തുടങ്ങിയത് മുതൽ ഇന്ന് ദൈവം ചിലരെ കഴുകുകയായിരുന്നു വചനം കൊണ്ട്. നിങ്ങൾ ഇനിയും ശോഭിക്കും. കാരണം നിങ്ങളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ അത്ര വലുതാണ്. സ്വർഗം അതിനെ കൺവെർട്ട് ചെയ്യും. ചില വിഷയങ്ങൾ ദൈവം കൈകാര്യം ചെയ്യും. നീ ഉയരും. ദൈവം നിന്നെ ഉയർത്താൻ പ്ലാൻ ചെയ്തിരിക്കുക. നിന്റെ ലെവലിലല്ല, ദൈവത്തിൻ്റെ ലെവലിലാണ് ഉയർത്തുന്നത്. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ,
എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ മുഖത്തേക്ക് ദൈവം ഒന്ന് നോക്കണേ. കണ്ണടച്ച കർത്താവിങ്കിലേക്ക് തല ഉയർത്തി തല ഉയർത്തി നിൽക്കുന്നവരെ കർത്താവ് ഒന്ന് കാണണേ. പല കാര്യങ്ങളും അങ്ങയെ മാത്രം വിശ്വസിച്ച് പിടിച്ചു നിൽക്കുന്നവരാ. അവരുടെ കാര്യം ദൈവം നടത്തട്ടെ. കൊറോണ കാലത്ത് ഞങ്ങളീ പലരും തീർന്നു പോകേണ്ടതായിരുന്നു. ഞങ്ങളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം നിറവേറ്റാനാണ് ദൈവം പിടിച്ചു നിർത്തിയത്. അതിനി താമസിക്കരുത്. കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞതുപോലെ പ്രവണമതം മാറി ഞങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരട്ടെ. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ദൈവം അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. കരമടിച്ച് ഒരുമിച്ച്